الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والله أعلم بعدائكم وكفى بالله وليا وكفى بالله نصيرا. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പരിശ്രമിക്കാം എന്ന് തീരുമാനിച്ച ഒരു കൂട്ടം ആളുകളോടൊപ്പം ഒരല്പസമയം സംസാരിക്കുന്നതിന് അള്ളാഹു നൽകിയ ഈ ഒരു അവസരം പടച്ചതമ്പുരാനും സർവസ്തുതികളും സമർപ്പിച്ച് നന്ദിയോടെ കൂടി ഇവിടെ നിൽക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ നിന്ന് വഫാത്തായിട്ട് 14 നൂറ്റാണ്ട് കഴിഞ്ഞു. 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമായപ്പോൾ ആ മുഹമ്മദ് റസൂലുള്ളാഹ് ഇവിടെ ബാക്കി വെച്ച ആ ദൗത്യത്തിൻ്റെ ആളുകളായി നമുക്ക് ആ ദൗത്യം ഏറ്റെടുക്കാൻ സാധിച്ചവരായി നമ്മളിവിടെ ഉണ്ടായി എന്നത് എത്ര വലിയ സന്തോഷത്തിൻ്റെ ഭാഗമാണ്. ഒരു വലിയ ദൗത്യത്തിൻ്റെ ആളുകളാണ് നമ്മൾ. അല്ലാഹു നമുക്ക് നൽകിയ അവസരം ചെറുതല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ മക്കയിൽ ആ മക്കക്കാരായ ആളുകളോടൊപ്പം ജീവിച്ചപ്പോൾ മുഹമ്മദ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ അറിയുന്ന മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തോട് വലിയ സ്നേഹമായിരുന്നു, അദ്ദേഹത്തോട് വലിയ താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കക്കാരായ ആളുകൾ മുഹമ്മദ് എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിന് അവരൊരു സനദ് കൊടുത്തു. എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള സനദുകളുണ്ട്. അതില് മദനിമാരുണ്ടാകും, സലാഹികളുണ്ടാകും, സലഫികളുണ്ടാകും, ബാക്കവിമാരുണ്ടാകും, ഫൈളി വിരുദ്ധം, അങ്ങനെയുള്ള സനദുകൾ. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് മക്കക്കാരൊരു സനദ് കൊടുത്തു. അൽ അമീൻ എന്നായിരുന്നു ആ സനദിന്റെ പേര്. ഇത് ലോകത്തില് വേറെ ഒരു വ്യക്തിക്കും ഇന്ന് വരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു കൂട്ടം ജനത അവരോടൊപ്പം ജീവിച്ച ഒരു ചെറുപ്പക്കാരനെ എല്ലാ അർത്ഥത്തിലും അംഗീകരിച്ചു. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ, സത്യസന്ധൻ, ആരെയും പരിഹസിച്ചിട്ടില്ല, ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല, ആരും അതുവരെ അദ്ദേഹത്തെയും ചീത്ത വിളിച്ചിട്ടില്ല. അങ്ങനെ മക്കയിലുള്ള ആബാലവൃതം ആളുകൾക്കും വളരെ ഇഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടമുള്ള ആളായി മാറി. അല്ലാഹു ആ മുഹമ്മദിനെ അല്ലാഹുവിന്റെ റസൂലായി തീരുമാനിച്ചു. മുഹമ്മദ് റസൂലുള്ളാഹിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. ആ വഹയിലൂടെ കിട്ടിയ അറിവ് തൻ്റെ കുടുംബാംഗങ്ങളെ വിളിച്ച് അവിടെ നിന്ന് പറയാണ്. പിതാവിൻ്റെ വളരെ അടുത്ത കുടുംബങ്ങൾ, ഇളാപ്പമാരെയും മുത്താപ്പമാരെയും അമ്മായിമാരും ഒക്കെ അടങ്ങുന്ന കുടുംബാംഗങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. മുഹമ്മദാണ് വിളിക്കുന്നത് എന്നതുകൊണ്ട് അവരാരും മാറി നിൽക്കുകയില്ല. വളരെ താല്പര്യത്തോടു കൂടി എല്ലാ കുടുംബാംഗങ്ങളും വന്നു. അവരോട് മുഹമ്മദ് റസൂലുള്ളാഹി ചോദിച്ചു, ഞാൻ നിന്ന് സംസാരിക്കുന്ന ഈ കുന്നിന്റെ അപ്പുറത്ത് നിന്ന് ഒരു സംഘം നമ്മെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കുമോ, ശരിവെക്കുമോ എന്ന് ചോദിച്ചു. അവരെല്ലാവരും പറഞ്ഞു, മുഹമ്മദ് നീ ഇന്ന് വരെ കളവ് പറഞ്ഞിട്ടില്ല. നോക്കൂ, എന്തൊരു സർട്ടിഫിക്കറ്റാ! ഇന്ന് വരെ കളവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ മുഹമ്മദ് പറയുന്നുവെങ്കിൽ ഞങ്ങളത് സ്വീകരിക്കും. അപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞുവെങ്കിൽ അതിനേക്കാൾ വലിയൊരു സത്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അല്ലാഹു എന്നെ റസൂലായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അല്ലാഹു എന്നോട് അറിയിച്ചിരിക്കുന്നു, കൂട്ടരെ, നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യന്മാരൊന്നും തന്നെ നമ്മുടെ ആരാധനക്ക് അർഹരല്ല. അവരാരും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവരല്ല, നമ്മളെ സഹായിക്കുന്നവരല്ല. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അപ്പൊ എന്താണ് ആരാധന? മുഹമ്മദ് റസൂലുള്ളാഹി ആദ്യമായിട്ട് അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോ നമസ്കാരമോ നോമ്പോ സക്കാത്തോ ഹജ്ജോ ഉംറയോ നമ്മൾ ഇന്ന് ആരാധനയായി നിർവഹിക്കപ്പെടുന്ന അമലുകൾ ഒന്നും തന്നെ അവിടെ മുഹമ്മദ് റസൂലുള്ളാഹി അവർക്ക് മുമ്പിൽ പറഞ്ഞു കൊടുത്തിട്ടില്ല. അല്ലാഹു റസൂലുള്ളാഹിക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ പിന്നെന്താ അവരോട് പറഞ്ഞ ആരാധന? നിങ്ങളുടെ പ്രാർത്ഥനയായ, നിങ്ങളുടെ പ്രതീക്ഷയായ, നിങ്ങളുടെ തേട്ടം അത് നിങ്ങൾ അല്ലാഹുവിനോട് മാത്രമാക്കണം. അതിന് ഇബ്രാഹിം നബിയുടെ പ്രതിഷ്ഠയുടെ അടുത്ത് ചെല്ലേണ്ട ആവശ്യമില്ല. ഇസ്മായിൽ നബിയോട് പറയേണ്ടതില്ല. ലാത്തയോ ഉസ്സയോ മനാത്തയോ നമ്മുടെ തേട്ടങ്ങൾക്ക് പരിഹാരം നൽകുന്നവരല്ല. ആ നിമിഷം വരെ അൽ-അമീൻ എന്ന് പറഞ്ഞ് കണ്ണിലുണ്ണിയായി കൊണ്ടു നടന്നിരുന്ന മുഹമ്മദിന്റെ മുഖത്ത് നോക്കി ആദ്യമായിട്ട് ഒരാളെ ചീത്ത വിളിച്ചു. നീ എത്ര പോലും നശിച്ചു പോയടാ, എങ്ങനെ നീ ഇങ്ങനെ നശിച്ചു പോയി? പെട്ടെന്ന് അവരുടെ മുഴുവൻ സ്വഭാവം മാറിപ്പോയി. അല്ലാഹു മാത്രമോ? നമ്മളും നമ്മുടെ പിതാക്കളും പൂർവ്വപിതാക്കളുമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും സമീപിക്കുന്ന നമ്മുടെ ഈ ആരാധ്യന്മാരൊന്നും വേണ്ടെന്നോ? അത് മാത്രം മതിയെന്നോ? ഇത് എന്തൊരു അപകടം പിടിച്ച വർത്തമാനമാണ് നീ പറയുന്നത്. അതുകൊണ്ട് ഇനി മേലിങ്ങനെ ഒരു വർത്തമാനം ഇവിടെ പറഞ്ഞു പോകരുത്. അവിടെ കൂടിയിരുന്ന കുടുംബക്കാരോട് അബൂലഹബ് പറഞ്ഞു, എഴുന്നേറ്റ് പൊക്കോണം, എല്ലാവരും ആരും കൂടെ ഇരിക്കരുതെന്ന് പറഞ്ഞു. ഇനി മുഹമ്മദ് ഇത് പറയാൻ വിളിച്ചാൽ ആരും വരും ചെയ്യരുത്. വലിയ പ്രശ്നമായി, ഭയങ്കര പ്രശ്നമായി. എന്തേ റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളൂ? അല്ലാഹു റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുത്തു, പ്രാർത്ഥന എന്ന ദുആ എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്. ആ ഇബാദത്ത് അല്ലാഹു മാത്രമേ ആവാൻ പാടുള്ളൂ. അതവർക്ക് തീരെ സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. കാരണം അത്രമേൽ അവരുടെ ഹൃദയം ഈ വിഗ്രഹങ്ങളോട് കടപ്പെട്ടിരുന്നു. അതായിരുന്നു അവരുടെ വിശ്വാസം. അതുകൊണ്ട് അവര് വല്ലാത്ത പ്രശ്നമായി, അവർക്കത് വല്ലാത്ത ഒരു വേവലാതിയായി, ആവലാതിയായി. അവർ കാണുന്നവരോടൊക്കെ പറയും, മുഹമ്മദിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മുഹമ്മദ് പറയുന്നത് കേൾക്കരുത് കേട്ടോ. മക്കയിലെ റസൂലുള്ളാഹിയുടെ 13 വർഷത്തെ ജീവിതകാലത്തെ ചരിത്രം
വല്ലാത്ത അത്ഭുതകരമായിട്ടുള്ള താളുകളാണ്. മുഹമ്മദ് റസൂലുള്ള 13 വർഷം മക്കയിൽ പ്രബോധനം ചെയ്തതു മാത്രം മുസ്ലിം ഉമ്മത്തിന് ഒരു ധാരണയുണ്ടെങ്കിൽ ഒരു കാരണവശാലും മുസ്ലിങ്ങളായ ആളുകൾ അല്ലാഹുവിനപ്പുറം മറ്റൊന്നിനെയും വിളിച്ച് തേടുന്നവരാവുകയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോ മുസ്ലിം സഹോദരങ്ങൾ തന്നെ അള്ളാഹുവിനോട് പറയുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടവും അവരുടെ ഇമ്പവും അള്ളാഹു അല്ലാത്തവരോട് പാടുവാനും തേടുവാനുമാണ്. അങ്ങനത്തെ സദസ്സുകൾക്കാണ് ആളുകൾ കൂടുതൽ ഉണ്ടാവുക. അങ്ങനത്തെ പരിപാടികൾക്കാണ് ആളുകൾക്ക് ആവേശമുള്ളത് ഇപ്പോഴും. അത് മക്കയിലെ ഖുറൈശികളുടെ ആവേശമായിരുന്നു, അത് മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന ആവേശമായിരുന്നു. അത് അള്ളാഹു അല്ലാത്തവരോട് പാടുവാനും തേടുവാനും ഉണ്ടാക്കുന്ന അവരുടെ പരിപാടികൾ അത് പറ്റൂല എന്ന് മുഹമ്മദ് റസൂലുള്ള അള്ളാഹുവിന്റെ വഴി പ്രകാരം ആ ജനതയോട് പറഞ്ഞു, അള്ളാഹ് മാത്രമാണ് ആരാധ്യൻ. അതുകൊണ്ട് ഇനിമേൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ, തേട്ടങ്ങൾ, പ്രതീക്ഷകൾ എന്തും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. അതുകൊണ്ട് തന്നെ ഖുറൈശികൾ മുഹമ്മദ് റസൂലുള്ളയെ വല്ലാതെ പ്രയാസപ്പെടുത്തി. ഇത് ഞാൻ പറയുമ്പോ നിങ്ങൾ ശരിക്കും നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയത്തിൽ നമ്മളൊന്ന് ആലോചിക്കണം. നമ്മുടെ സാഹചര്യങ്ങളെ കുറിച്ചും നമ്മുടെ നിലപാടുകളെ കുറിച്ചും ശരിക്കും നമ്മൾ സ്വന്തം ഒന്ന് വിലയിരുത്തണം. ആ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിനു ശേഷവും ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ഒരു സ്വഹാബിയായിരുന്നു യാസിർ റളിയല്ലാഹു അൻഹു. യാസിർ റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിന്റെ പ്രിയപത്നി സുമയ്യ റളിയല്ലാഹു അൻഹയും അദ്ദേഹത്തിന്റെ കൊച്ചുമോൻ അമ്മാർ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ് ഈ മൂന്ന് ആ കുടുംബത്തിലെ പിതാവും മാതാവും മകനും. ഖിയാമത്ത് നാൾ വരെ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഇത്രമേൽ സ്നേഹാദരവുകളും ബഹുമാനങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥനകളും തർവയത്തും ലഭിക്കുന്ന മഹാ സൗഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ. യാസിർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, കഴിയുന്ന എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നമ്മൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അനുകൂലമായ ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ യാസിർ റളിയല്ലാഹു അൻഹുവിനെ അവർ പിടിച്ചു. ഖുറൈശികൾ പിടിച്ചിട്ട് മരത്തിൽ കെട്ടിയിട്ട് പന്തം കത്തിച്ചിട്ട് യാസിർ റളിയല്ലാഹുവിന്റെ ശരീരം പൊള്ളിച്ചു. എന്താ യാസിർ റളിയല്ലാഹു ചെയ്ത കുറ്റം? മുഹമ്മദ് റസൂലുള്ളാഹിയെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മനസ്സ് ആ മുഹമ്മദ് റസൂലുള്ളാഹിയോടൊപ്പം ഉണ്ടായി എന്നത് വലിയ കുറ്റമായിട്ട് യാസിർ റളിയല്ലാഹുവിനെ മരത്തിൽ കെട്ടി തീക്കൊണ്ട് പന്തം കൊളുത്തി ശരീരത്തിന് പൊള്ളിക്കുകയാണ്. അത് കണ്ടു നിൽക്കുന്ന പൊന്നുമോൻ അമ്മാർ റളിയല്ലാഹു അൻഹു ഒന്ന് ഉറക്കെ കരയാൻ പോലും കഴിയാതെ നിൽക്കുകയാണ്. പൊട്ടിക്കരയാൻ കൂടി വയ്യാത്തത്ര ഭയപ്പാടിൽ നിൽക്കുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ പ്രിയപത്നി സുമയ്യ റളിയല്ലാഹു അൻഹയെ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ പോലും ഇരുമ്പ് പഴിപ്പിച്ച് മുറിപ്പെടുത്തി കൊലപ്പെടുത്തി. അവര് റസൂലുള്ളാഹിക്ക് സഹായം നൽകിയതിന്റെ പേരിൽ ആദ്യമായിട്ട് ഷഹീദായ നമ്മുടെ വനിതാ സഹോദരിയാണ് സുമയ്യ റളിയല്ലാഹു അൻഹ. ആ ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുക്കാൻ ഇറങ്ങിയപ്പോ അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധികൾ, ദുരന്തങ്ങൾ എത്രയാണ്, പ്രയാസങ്ങൾ എത്രയാണ്. നമുക്കറിയാം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ ധാരാളം ആളുകൾ ആ മക്ക രാജ്യത്തുണ്ട്, അടിമകളായിട്ടുണ്ട്. ആർക്കും ഒരു പറയത്തക്കുന്ന, യാതൊന്നും പറയാനില്ലാത്ത, സൗന്ദര്യമില്ലാത്ത, സമ്പത്തില്ലാത്ത, വലിയ ശരീരമില്ലാത്ത ഒരു ചെറിയ കുറിയ കറുത്തിരുണ്ട ഒരു മനുഷ്യൻ, മയ്യത്ത് എന്ന് പറയുന്ന വലിയൊരു ധനാഢ്യന്റെ അടിമയാണ്. അദ്ദേഹം മുഹമ്മദ് റസൂലുള്ളാഹിയെ ഒന്ന് കേട്ടു. അടിമക്ക് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ അടുത്ത് എത്താൻ പോലും പാടില്ല.
പക്ഷെ മുഹമ്മദ് റസൂലുള്ളയെ ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അതൊരു വല്ലാത്ത അത്ഭുതമായി തോന്നി. അദ്ദേഹം പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തീർച്ചയായിട്ടും ഇനിമേൽ എന്റെ ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ആരുമില്ല. ഇതറിഞ്ഞ ഉമയ്യത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു. പൊതുവെ ശരീരത്തിൽ വസ്ത്രത്തിന് അവകാശമില്ലാത്തവരാണ് ബിലാൽ റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകൾ. വസ്ത്രമില്ല ശരീരത്തിൽ. ആ വസ്ത്രമില്ലാത്ത ആ ബിലാൽ റളിയല്ലാഹുവിനെ പിടിച്ച് അദ്ദേഹത്തെ താഴെ കിടത്തി വയറിന് മുകളിൽ കല്ല് വെച്ച് കെട്ടി, കാലിൽ കയറ് കെട്ടി ആ കല്ലുകളിലൂടെ വലിക്കാൻ തുടങ്ങി. കുട്ടികളിങ്ങനെ ഒരു മനുഷ്യനെങ്ങനെ വലിച്ചുകൊണ്ട് പോവുക. മയ്യത്തിങ്ങനെ വന്നിട്ട് പറയും, നിനക്ക് ലാത്തയും ഉസ്സയും മതിയോ? ബിലാൽ റളിയല്ലാഹു അൻഹു പറയും, അഹദ്, അവന് മാത്രമേ എനിക്കുള്ളൂ. എന്താ പഠിച്ചോന്, നമുക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നമ്മൾ ഉണ്ടാകുമായിരുന്നു. യാസിർ റളിയല്ലാഹു അൻഹുവിനോട് കൂടെ നമ്മൾ ഉണ്ടാകുമായിരുന്നു. സുമയ്യ റളിയല്ലാഹു അൻഹയോടൊപ്പം ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ഈ പരിശുദ്ധ ദീനിന് വേണ്ടി മുഹമ്മദ് റസൂലുള്ളയോടൊപ്പം നമ്മൾക്ക് നിലകൊള്ളാൻ സാധിക്കുമായിരുന്നു എന്ന് ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ കാര്യങ്ങളും ഒന്ന് വെച്ചൊന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് ആ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. ഒരു കാര്യം കൂടി അതിന്റെ കൂടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളയോടൊപ്പം ഈ ഇസ്ലാമിന്റെ ഇസ്സത്ത് അനുഭവിച്ചപ്പോ അദ്ദേഹത്തിന് വല്ലാത്ത ഒരു വിഷമം. തന്റെ പിതാവും മാതാവും ഒന്നും ഈ യാഥാർത്ഥ്യം അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നബിയെ, ഞാൻ എന്റെ കുടുംബക്കാരോടൊന്ന് പ്രഖ്യാപിക്കട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഹമ്മദ് റസൂലുള്ള പറഞ്ഞു, അബൂബക്കർ, അത് അവരുടെ ഹൃദയത്തിന് ഭാഗമായിട്ടില്ല. കാരണം അത്രമേൽ അവരുടെ ഹൃദയങ്ങളിൽ ഒരുപാട് ആരാധ്യന്മാരാലാണ് അവർ നടക്കുന്നത്. ആ ആരാധ്യന്മാരെ മുഴുവനും മാറ്റി അല്ലാഹു മാത്രം മതി എന്ന് പറയുമ്പോ അത് സ്വീകരിക്കുവാനുള്ള സമയമായിട്ടില്ല അബൂബക്കർ, സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതൊരു വല്ലാത്ത വിഷമമായി പിന്നെയും കുറെ കാലം ഇങ്ങനെ നടന്നു. വീണ്ടും റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ എൻ്റെ ഉമ്മയുടെ കുടുംബക്കാരൊക്കെ വരുമ്പോ അവരുടെ മുമ്പിൽ ഇതൊന്ന് ഉറക്കനെ പറയട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉമ്മയുടെ കുടുംബം വലിയ കുടുംബമാണ്, അറിയപ്പെടുന്ന കുടുംബമാണ്. അവരിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടിയാൽ അതൊരു വലിയ ആവേശമായിരിക്കും എന്നതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ചോദിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, ശരി, നീ അവരോട് പറഞ്ഞോ. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു വിഷയം, ഈ ഒരു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ. ഒന്നാമത്തത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ കാര്യം അവിടെ പ്രഖ്യാപിച്ചാൽ അതിന്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന് റസൂലുള്ളാഹിക്ക് അറിയില്ല. എന്താ സംഭവിക്കാന്ന് അറിയില്ല. അതൊരു ഗൈബായ മറഞ്ഞൊരു കാര്യമാണ്. എന്ത് സംഭവിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, നീ പറഞ്ഞു എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ മാതാവിന്റെ കുടുംബങ്ങളും അയൽവാസികളും ഒക്കെ കൂടി നിൽക്കുന്നിടത്ത് പറഞ്ഞു, കൂട്ടരെ, മുഹമ്മദ് അല്ലാഹുവിന്റെ തിരുദൂതനാണ്, റസൂലാണ്. അവിടെ നിന്ന് പറയുന്നത് അല്ലാഹു മാത്രമാണ് ആരാധ്യൻ എന്നാണ്. അതുകൊണ്ട് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് നമ്മൾക്ക് അംഗീകരിച്ചേ പറ്റൂ. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരൊറ്റ അടിയ. അടിയിൽ ബോധം കെട്ട് വീണു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബോധം കെട്ട് വീണ് കിടക്കുന്ന മകനെ കണ്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉമ്മ ഓടി വന്ന് മകനെ മടിയിലേക്ക് വലിച്ചു കിടത്തി. ഉമ്മ ഇങ്ങനെ കരയാ, മോന്റെ ബോധം കെട്ട് കിടക്കണം മകനെ നോക്കിയിട്ട് മരിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അതിനിടയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒന്ന് ബോധം വന്നു. തലയുയർത്തി നോക്കുമ്പോ ഉമ്മയുടെ മടിയില. ഉമ്മനോട് ചോദിച്ചു, ഉമ്മ, എന്റെ ഹബീബിന്റെ സ്ഥിതി എന്താ? മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സ്ഥിതി എന്താണ്?
എന്നെ അടിച്ചവർ മുഹമ്മദ് റസൂലുള്ളാഹിയെ അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ? ഉമ്മ പറഞ്ഞു, കൊണ്ടുപോകാൻ എനിക്ക് അറിയില്ലല്ലോ, എന്താ സംഭവം എനിക്ക് അറിയില്ല, അവരെവിടെയാണെന്നൊന്നും എനിക്കറിയില്ല, നീ ബോധം കെട്ട് വീണപ്പോ മുതൽ എന്റെ മടിയിൽ നീ കിടക്കുക, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും ഉന്നതനായ സമുന്നതനായ വലിയാണ്, ഔലിയാക്കളിൽ വലിയ ആളാണ് അല്ലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സംശയമില്ല നമുക്ക് ആ കാര്യത്തിൽ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുവിന്റെ വലിയുകൾ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ശ്രദ്ധനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധം തിരിച്ചു കിട്ടിയപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി എവിടെയാണ് എന്ന് അദ്ദേഹത്തിന് ആ കിടപ്പിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള ഔലിയാക്കളുടെ ക്വാളിറ്റി. അതാണ്. നേരെ മറിച്ച് ഈ വ്യാജന്മാരായിട്ടുള്ള ഔലിയ ചമഞ്ഞു നടക്കുന്ന ആളുകൾ അവര് മക്കത്ത് വരെ നടക്കണ തീപിടുത്തത്തിന് ഇവിടുത്തെ ഹൗദിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഒഴിക്കുന്നുണ്ട്. ഒരു മൊയിലേര് പറയാ, തിരൂരങ്ങാടി പള്ളിയിൽ നിന്ന് ഹൗദിലെ വെള്ളം എടുത്തിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഒഴിക്കുക. ശരിക്കും മണ്ടക്കൊന്ന് കൊടുത്തിട്ട് നിർത്താൻ പറയണത്. ഹൗദിലെ വെള്ളം എന്നൊക്കെ പറഞ്ഞാല് വളരെ പ്രയാസമല്ലേ. അന്നൊക്കെ ഹൗദിൽ വെള്ളം എത്തുക പറഞ്ഞാൽ തന്നെ വലിയ ഇന്നത്തെ മാതിരി പൈപ്പൊന്നും ഇല്ലല്ലോ. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്താ കാട്ടണ്? മക്കത്തെ പള്ളിക്ക് തീ പിടിച്ചടാ, ഞാനത് കെടുത്താണ്. ഉണ്ടോ ഇവിടെ നിന്നിട്ട് മക്കത്ത് തീ കത്തുന്നവരെ കാണാൻ പറ്റുന്ന പച്ചക്കളവ് ഈ കൗമിന്റെ മുമ്പിൽ പറഞ്ഞ് വലിയ ആളാവാണ്. ഉമ്മയുടെ മടിയിൽ ബോധം കെട്ട് കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുഹമ്മദ് റസൂലുള്ളാഹി എവിടെയാണെന്ന് അറിയില്ല. എന്നിട്ട് ഉമ്മാനോട് ചോദിക്കുക, ഉമ്മ നിങ്ങളൊന്ന് പോവോ, ഹബീബ് എവിടെയാണെന്നൊന്ന് അറിയാന്. ഉമ്മ ചോദിച്ചു, മോനെ ഞാൻ എവിടെ പോവും? ഉമ്മ മുസ്ലിം ആയിട്ടില്ല. പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരാളെ പറഞ്ഞു തരാം, പക്ഷെ നിങ്ങൾ പോകുന്ന വഴിയിലൊന്നും ആളെ ആർക്കും പറഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ ഈ രംഗം ആലോചിക്കുന്നുണ്ട്. റസൂലുള്ളാഹി മക്കത്ത് ആദ്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന സാഹചര്യത്തിലെ അവരുടെ വിശ്വാസികളായവരുടെയും അവരുടെ പരിമിതിയും അവരുടെ പരീക്ഷണങ്ങളും ഒക്കെ ആരോടും പറയുന്നത് ഞാൻ ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ആ ആളോട് നിങ്ങൾ ചോദിച്ചാൽ റസൂലുള്ളാഹിയുടെ വിവരം കിട്ടും. അമ്മ ചോദിച്ചു, മോനെ ആരോടാ ചോദിക്കുക? പറഞ്ഞു, ഖത്താബിന്റെ മകള്, അതേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങള്, അവരുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ അവരെ ഒന്ന് ചോദിച്ചു പോകണം, അവർ മുസ്ലിമാണുമ്മ, അവർക്കറിയാം റസൂലുള്ളാഹി എവിടെയാണ് ഉണ്ടാവുക എന്ന്. അവർ മുസ്ലിം ആയിട്ടുണ്ട്. അവരുകാരോടും പറയരുത്. ഈ ഉമ്മ പോവാണ് ഖത്താബിന്റെ മകളെ തിരഞ്ഞിട്ട്. ഖത്താബിന്റെ മകളെ കണ്ടു. അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഞാൻ അബൂബക്കറിന്റെ ഉമ്മയാണ്, മുഹമ്മദ് എവിടെയാണ് ഉള്ളത് മോളെ? അപ്പൊ ഏറ്റവും വലിയ വിശ്വാസികളുടെ കൂട്ടത്തിൽ ആ കാലഘട്ടത്തിൽ വിശ്വാസിയായിട്ടുള്ള വനിതയാണ് ഖത്താബിന്റെ മകൾ. ഉമ്മു ജമീൽ എന്നാണ് അവരുടെ പേരൊന്ന് ഓർമ്മ. ഉമ്മു ജമീലാണോ എന്ന് പേരെനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല. അവർ ആദ്യത്തെ വനിതയാണ്, സ്വഹാബ വനിതകളിൽപ്പെട്ട പ്രഗത്ഭയാണ്. അവര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉമ്മയുടെ മനസ്സ് വായിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്തിനാ വന്നത്? ഖുറൈശികൾ മുഹമ്മദ് റസൂലുള്ളാഹി എവിടെയുണ്ടെന്ന് അറിയാൻ ഒറ്റുകാരിയായി വിട്ടതാണോ എന്നവർ സംശയിച്ചു. അപ്പൊ അവര് പറഞ്ഞു കൊടുത്തില്ല എവിടെയുള്ളത്. എന്താ അബൂബക്കറിന്റെ സ്ഥിതി എന്ന് ചോദിച്ചു അവര്. അപ്പൊ പറഞ്ഞു, ഇടക്ക് ബോധം വരുന്നുണ്ട്, ബോധം വരുമ്പോ റസൂലുള്ളാഹിനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് ആ ഖത്താബിന്റെ മകളും അബൂബക്കർ സിദ്ദീഖിന്റെ ഉമ്മയും കൂടി അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്തേക്ക് വന്നു. അവരെ കണ്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, എന്റെ ഹബീബായ റസൂലുള്ളാഹി എവിടെയുള്ളത്? അപ്പൊ പറഞ്ഞു, പേടിക്കാനില്ല, അർക്കമിന്റെ വീട്ടിലുണ്ട്. ഉമ്മാനോട് ഞാനത് പറഞ്ഞില്ല, കാരണം എനിക്ക് പേടിയായിരുന്നു. ഉമ്മ എങ്ങനെ വന്നെന്ന് അറിയില്ലല്ലോ. മറ്റൊരു വിട്ടിട്ട് വന്നതാണോ, റസൂലുള്ളാഹിനെ പിടിക്കാൻ വന്നതാണോ എന്നറിയാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ പ്രസിദ്ധിയില്ല, ഉമ്മ ഇട്ട് കൊടുക്കൂല. ഉമ്മാനെ ഞാൻ വിട്ടതാ കാര്യം അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആ ഒരു കാലഘട്ടത്തെ ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ 13 വർഷം ആ മക്കയിൽ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് 14 നൂറ്റാണ്ടിനു ശേഷം ഈ രാജ്യത്ത്, നമ്മുടെ കൊച്ചു കേരളത്തിൽ, ഈ തീർത്ഥാലയുടെ ഈ പരിസരത്ത് ആലൂർ ഭാഗത്ത് ഈ ഒരുമിച്ച് കൂടിയ നമ്മൾ ആ
ത്യാഗോജ്ജലമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനുവേണ്ടി പണിയെടുത്ത സ്വഹാബാക്കളുടെയും ആ മുഹമ്മദ് റസൂലുള്ളയുടെയും പിൻഗാമികളായി മാറി വന്ന് നമ്മൾ ഇന്ന് പറയുന്നു ആ മുഹമ്മദ് റസൂലുള്ള പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ ആളുകളാ നമ്മള്. ഇന്നത്തെ സാഹചര്യം എന്താ? നമ്മുടെയൊക്കെ കൂടെയുള്ള മുസ്ലിങ്ങളായ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ് സഹോദരങ്ങളെ? വളരെ അപകടം പിടിച്ച അവസ്ഥയാണ്. ലോക ചരിത്രത്തില് അല്ലാഹു അല്ലാത്ത പല ശക്തികളെയും ആരാധിച്ചവർ ഭൂമി ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. അത് സത്യമാണല്ലോ. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. പക്ഷെ ഒരു കാലത്തും അവർ ആരാധിക്കുന്ന ആരാധ്യനെ പടച്ചോനാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. അല്ലാഹുവാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അവരൊക്കെയും അല്ലാഹുവിലേക്ക് ഞങ്ങളെ എത്തിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് ഇവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പടച്ചവന്റെ അടുത്ത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങൾക്കുള്ള മാധ്യമങ്ങളാണ് ഈ കാണുന്ന വിഗ്രഹങ്ങളൊക്കെ. ഇന്നും നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് വിഗ്രഹ ആരാധന നടത്തുന്ന നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളിൽ വിവരമുള്ള പണ്ഡിതന്മാർ പറയുന്നു, ഞങ്ങൾ ആരാധിക്കുന്ന ഒരു വിഗ്രഹവും അതാണ് ഞങ്ങളുടെ ആരാധ്യനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ശരിയായിട്ടുള്ള ഏകനായ ആരാധ്യനിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊരു ഏകാഗ്രത ലഭിക്കുന്നതിന് വേണ്ടി ഒരു മാധ്യമമായിട്ട് ഞങ്ങൾ വിഗ്രഹങ്ങളെ സമീപിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് അവരുടെ യഥാർത്ഥ വിശ്വാസം. ആ വിശ്വാസമാണ് ലോകത്ത് എന്നുണ്ടായിട്ടുള്ളത്. ഏകാനായ ആരാധ്യനിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ, ആ മാർഗങ്ങളാണ് നമ്മുടെ നാട്ടിലെ മക്ബറകൾ, ജാറങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അതിന്റെ ഉപജാപ ഭാഗങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ചെവിയിൽ കേട്ടു, മടവൂരാര പടച്ചോനാണോ ചോദിക്കുന്നവനോട് നീ ചൊല്ല്, അതേ 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 മടവൂരാണ് പടച്ചോനെന്ന്. ഇനി എന്താ നമ്മള് കേൾക്കാൻ ബാക്കിയുള്ളത്? ഇതുവരെ ഒരു കോപം പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരു ബഹുദൈവ വിശ്വാസിയും പറഞ്ഞിട്ടില്ലാത്ത വർത്താനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്ന മുസ്ലിം ഉമ്മത്തിലെ ഭൂരിഭാഗം ആളുകൾ പറയുന്നത് മടവൂർ തന്നെയാണ് പടച്ചോന്. എന്താ അതിന് അവർക്കുള്ള തെളിവ്? ശൈഖുന തന്നെ പറഞ്ഞിരിക്കണു, ഞാൻ തന്നെയാണ് അല്ലാഹ് എന്ന് ശൈഖുന പറഞ്ഞിരിക്കുന്നത്. എന്താ സഹോദരങ്ങളെ, അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അന റബ്ബുക്കുമുൽ അഅ്ലാ. അതവന്റെ ധിക്കാരത്തിന്റെ വലുപ്പം പറഞ്ഞതാ. അത് അവനാ പറഞ്ഞത്, അന റബ്ബുക്കുമുൽ അഅ്ലാ. അവനെ കൊണ്ട് വേറെ ആരും പറഞ്ഞിട്ടില്ല ഇവരാണ് ഞങ്ങളെ റബ്ബ്, താരം പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ പറഞ്ഞു, ഫിർഔൻ പറഞ്ഞു അന റബ്ബുക്കുമുൽ അഅ്ലാ. അതിന്റെ ഒരു ഭാഗമാണ് ഇദ്ദേഹം അനല്ലാ, ഞാൻ തന്നെയാണ് അല്ലാ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ആ മുഹമ്മദ് റസൂലുള്ള നമ്മളിലേക്ക് ഏൽപ്പിച്ചു തന്ന തറത്തു ഫീക്കും അംറൈൻ, രണ്ടു കാര്യങ്ങൾ നിങ്ങൾ ഇതാ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് നമ്മളിലേക്ക് തന്ന പരിശുദ്ധ ഖുർആനും അവിടുത്തെ തിരുസുന്നത്തും നമ്മളോടൊപ്പം വളരെ സജീവമായി ഉണ്ടായിരിക്കെ എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്ത് ബഹുദൈവാരാധനയിലേക്ക് പോയത്? പരിശുദ്ധ ഖുർആനില് സൂറത്ത് ആറാഫിലെ അതിന്റെ 37-ാമത്തെ വചനമുണ്ട്. നമ്മൾ സാധാരണ ഓതി പോകുന്ന ഭാഗമാണ്. ആ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ താക്കീതായിക്കൊണ്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തും. മനുഷ്യരെ, നിങ്ങളുടെ ഈ ഭൂമി ലോകത്തെ ജീവിതത്തിന്റെ സമയം അവസാനിച്ചു കഴിഞ്ഞാൽ, മരണസമയം ആയാൽ, നമ്മെ സൃഷ്ടിച്ച സ്രഷ്ടാവ് നമ്മളിലേക്ക് അവന്റെ മലക്കുകളെ അയക്കും. അവന്റെ അടുത്തേക്ക് എന്റെ ദൂതന്മാർ എത്തും. എന്തിനാണ് വരുന്നത്? അവർ മരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ മരിപ്പിക്കുന്നതിന് വേണ്ടി മലക്കുകൾ നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ ആ മലക്കുകൾ ഒരു ചോദ്യം ചോദിക്കും ഇയാളോട് എന്നുള്ള പറഞ്ഞുതരാം. ഇതായിരിക്കും ആ ചോദ്യം. അള്ളാഹ് പറഞ്ഞുതരാം, ചോദിക്കും. അവർ ചോദിക്കുന്ന ചോദ്യം, അയ്നമാ കുന്തും തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ
അപ്പൊ നമ്മക്ക് ഉറപ്പാ നമ്മളെടുത്ത് ഈ മലക്ക് വരൂല, ഇങ്ങനെ ഒരു മലക്ക് നമ്മളെടുത്ത് വരൂല. കാരണം എന്താ? നമുക്ക് അല്ലാഹുവിനോടല്ലാത്ത ഒരു ദുആ ഇല്ല എന്ന് പ്രഖ്യാപിച്ചവരാ നമ്മൾ. എന്റെയൊക്കെ ജാഹിലിയ കാലത്ത് ഞാൻ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും ആ ഒരു ചോദ്യത്തിന് ഉറപ്പായിട്ട് നിന്നു കൊടുക്കേണ്ടി വരുമായിരുന്നു. അല്ലാഹുവിന് പുറമെ നീ വിളിച്ചിരുന്ന നിന്റെ ആളുകൾ എവിടെ എന്ന് ചോദിക്കും. അപ്പൊ എന്ത് മറുപടി പറയും? ആ മരണത്തിന് കാത്തു നിൽക്കുന്ന, മരണത്തിന്റെ റൂഹ് പിടിക്കാൻ മലക്കുകൾ എത്തിക്കഴിഞ്ഞ മനുഷ്യൻ എന്ത് മറുപടി പറയും? അല്ലാഹു തന്നെ പറഞ്ഞു, അവര് മറുപടി പറയും, ഒരൊറ്റ സഹായം ഞങ്ങൾക്കില്ല തന്നെ. ശരിക്ക് തൗഹീദ് അപ്പാണ് പറയും. അതാണ് തൗഹീദ്. ഒരൊറ്റ സഹായം ഇല്ല. എന്തേ? കാണുന്നില്ല, കിട്ടാനില്ല. സഹായികളാണെന്ന് വിചാരിച്ച് ജീവിതത്തിൽ ഒരുപാട് തവണ വിളിച്ചവരുണ്ടായിട്ടില്ലേ? യാ സയ്യിദി സനദി ഔദി വയാ മദദി കുല്ലി വഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. ഇത് ഒരു ദിവസം എത്ര തവണ വിളിക്കുന്ന മുസ്ലിയാക്കന്മാരുണ്ട് നമ്മുടെ നാട്ടില്. ആ മുസ്ലിയാരാണ് മരിക്കുന്നതെങ്കിൽ ആ മുസ്ലിയാർക്കും പറയാനുള്ളത് ഒരു സയ്യിദും ഒരു സനദും ഇല്ല, ഒരാളും ഇല്ല. പാടിയതൊക്കെ ശരിയാ, പക്ഷെ എന്താ അത് യാഥാർത്ഥ്യമല്ലായിരുന്നു ഇപ്പോഴാ ബോധ്യപ്പെട്ടത്. അങ്ങനെ ഒരു വിളിച്ചാൽ വിളിക്ക് ഉത്തരം നൽകുന്ന ഒരു സഹായമില്ല തന്നെ. ആ ആളോട് തൗഹീദ് പറയാൻ എളുപ്പാ, പക്ഷെ നമ്മളെ വർത്താനം ഞങ്ങണ്ട് കേൾക്കൂല. മലക്കുകൾ വർത്താനം മാത്രം കേൾക്കുന്ന സമയമായി. പുറത്തത്തെ നമ്മളെ ഭൗതിക ഒരു വർത്താനം കൊണ്ട് കേൾക്കൂല. ആ മലക്കുകളുമായിട്ടുള്ള സംസാരത്തിന് സമയമായി, ചെറിയ സമയം ബാക്കിയുള്ളൂ. എന്നിട്ട് അവര് പറയും, അവര് പറയും, ഞങ്ങളിതാ ഞങ്ങളുടെ സ്വന്തം ശരീരത്തെ സാക്ഷിയാക്കി പറയുന്നു. അതൊരു അത്ഭുതമല്ല, ഒരു പ്രഖ്യാപനം. ഖുർആന്റെ ഒരു വല്ലാത്ത അത്ഭുതം അവിടെ പോയി കാണാൻ കഴിയും. തൊട്ടടുത്ത് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും, തൊട്ടടുത്ത് അല്ലേ? ആ മരണസമയത്ത് കുടുംബങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ വട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഏതെങ്കിലും ഒരു മനുഷ്യനെ വിളിച്ചിട്ട് സാക്ഷി പറയാൻ പറ്റൂല. അതുകൊണ്ട് അവിടെ അള്ളാഹു പ്രയോഗം നടത്തിയത്, അവർ അവരുടെ സ്വന്തം ശരീരത്തെ സാക്ഷിയാക്കിക്കൊണ്ട് പറയും, അന്നഹും കാനൂ കാഫിരീൻ. അള്ളാഹുവിന് പുറമെ സഹായികളുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ജീവിച്ച ജീവിതം ഞങ്ങളെ കാഫിറാക്കി കളഞ്ഞുപോയി. 50 കൊല്ലം 60 കൊല്ലം 70 കൊല്ലം 80 കൊല്ലം മുസ്ലിം സൊസൈറ്റിയിൽ മുസ്ലിം പേരിൽ ജീവിച്ച മനുഷ്യൻ മരണസമയത്ത് സ്വന്തം പറയാ മുസ്ലിം ആയിരുന്നില്ല, കാഫിറായിരുന്നു. ഇത് ഞാൻ പറയല്ല, പരിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫ് അതിന്റെ 37-ാമത്തെ വചനം. ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദ്ദബ എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ അവസാന ഭാഗം. ആർക്കും തർക്കില്ല. ഏത് ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടും ഈ ആയത്ത് തുറന്നിട്ട്, ഉസ്താദെ എന്താ ഈ ആയത്തിൽ ഇങ്ങനെ പറഞ്ഞത്? ഞാൻ ഒരുപാട് സഹോദരങ്ങളോട് പറഞ്ഞു, അവരെ പല ആളുകളും ഉസ്താദന്മാരുടെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ പഴയ പോലല്ല, ഇപ്പൊ പറഞ്ഞാൽ പോയി ചോദിക്കുന്നുണ്ട്. അവർ ചോദിച്ചു, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അറാഫിൽ 37-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയാ, മരണസമയത്ത് മലക്ക് ചോദിക്കും നിന്റെ സഹായികൾ എവിടെയെന്ന്. നമ്മളെ സാധാരണ നമ്മളെ വിശ്വാസപ്രകാരം ബദരീകൾ നമ്മളെ സഹായിയാണ്, മുഹമ്മദ് റസൂൽ നമ്മളെ സഹായിയാണ്, മമ്പർത്ത തങ്ങൾ നമ്മളെ സഹായിയാണ്, CM നമ്മളെ വലിയ സഹായിയാണ്. ഇവരൊക്കെ സഹായികളായിരിക്കുമ്പോൾ മരണസമയത്ത് മലക്ക് നീ വിളിച്ചിരുന്ന സഹായികളൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒറ്റ സഹായം ഇല്ല എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ രണ്ടും കൂടി സ്ഥാനം ശരിയാവുക എന്ന് ചോദിക്കണടത്ത് നിന്ന് ഒരുപാട് ആളുകൾ പ്രഖ്യാപിക്കുന്നു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉസ്താദ്മാരുടെ മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട് പോലെ ഞങ്ങൾ മുസ്ലിം ആവുകയാണ് കേട്ടോ, മരണസമയത്ത് കാഫിറാവാൻ പറ്റൂല. മരിക്കണ സമയത്ത് കാഫിറായി ഞങ്ങൾ മരിക്കാന്ന് പറഞ്ഞ് മരിച്ചു പോയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ജീവിതത്തിൽ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ മുസ്ലിങ്ങൾ അള്ളാനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ. ഈ കാര്യം നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഇത് ബോധ്യപ്പെട്ട നമ്മുടേത് കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുസ്സിലത്തിൽ വളരെ രസകരമായി കൊണ്ട് മറ്റൊരു മരണസമയത്ത് നമുക്ക് പറഞ്ഞു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا
സഹോദരങ്ങളെ സൂചിപ്പിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. എല്ലാത്തൊരു അത്ഭുതമാണ്. ഖുർആനിലെ ഓരോ ആയത്തിനും അതിൻ്റെതായിട്ടുള്ള അത്ഭുതങ്ങൾ കാണിക്കാനുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത. വിശുദ്ധ ഖുർആൻ മുഹമ്മദ് റസൂലുള്ളയുടെ ജീവിതകാലത്ത് മുഹമ്മദ് റസൂലുള്ളക്ക് ലഭിച്ച മുഅ്ജിസത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആനാണ്. ബാക്കിയൊക്കെ റസൂലുള്ളാഹിന്റെ വഫാത്തോട് കൂടിയിട്ട് അവസാനിച്ചു പോയി. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന അവസാനിക്കാത്ത ഒന്നാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ആയത്തിലും അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞവർ, ഇത് പറയാത്ത ഒരു വിശ്വാസികളും ലോകത്തില്ല. അതാണ് അതിൻ്റെ അത്ഭുതം. ഏതെങ്കിലും ഒരു ആരാധ്യനിൽ വിശ്വസിക്കുന്ന മുഴുവൻ വിശ്വാസികളും പറയുന്നത് അവൻ ഞങ്ങൾക്ക് മതിയായവനാണ് എന്നാണ്. ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ യഹോവ മതിയായവനാണെന്നാണല്ലോ അവിടെ വിശ്വാസം. ഒരു വിശ്വാസം അതാണ്, യഹോവ മതി തന്നെയാണ്. ഇവിടുത്തെ മറ്റു മതക്കാരും ആ ഏകനായ ദൈവം മതി തന്നെയാണ് വിശ്വസിക്കുന്നത്. വിശ്വാസമുള്ളവരൊക്കെ പറയണ അതാണ് മതി എന്നാണ്. അപ്പൊ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹു ഞങ്ങൾക്ക് മതി എന്ന് പറയുന്നവൻ അവിടെയാണ് അത്ഭുതം ഉണ്ടായത്. പിന്നെ അവർ മുസ്തഖീമിലായിരിക്കണം. അത് പറഞ്ഞാൽ അല്ലാഹ് മതി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ മുസ്തഖീമിലായിരിക്കണം. പിന്നെ എന്തെങ്കിലും പ്രശ്നം തരുമ്പോൾ അമൃതങ്ങളെ എന്ന് വിളിക്കാൻ പറ്റൂല. അതുകൊണ്ട് ക്രൈസ്തവരുടെ പ്രശ്നം അവിടെയാണ്. അവർ യഹോവ കർത്താവ് മതിയായവനാണെന്ന് പറഞ്ഞാലും അത് നിൽക്കൂല. വലിയ പ്രശ്നം വരുമ്പോ അവിടെ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, പിന്നെ പലവരും ഉണ്ട്. അവരിലേക്കൊക്കെ പോകും. മറ്റുള്ള ആളുകളുടെയും അവസ്ഥ അതാണ്. ഈ അവസ്ഥയാണ് നമ്മുടെ കൂടെയുള്ള നമ്മുടെ സമസ്ത സഹോദരങ്ങളുടെയും ഒരു അവസ്ഥ. അവർ പറയുന്ന ഇലാഹ ഇല്ലല്ലാഹയാണ്, പക്ഷേ അതിലവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. സുമ്മസ്തഖാമു എന്നതിലേക്ക് അവരെത്തുന്നില്ല. പിന്നെ മുസ്തഖീമിലായിരിക്കണം, ഇസ്തിഖാമത്തുണ്ടായിരിക്കണം. എന്ത് പ്രതിസന്ധി വന്നാലും ആ റബ്ബിൽ മാത്രം പ്രതീക്ഷ. അവരെയാണ് പിന്നെ അല്ലാഹു പറഞ്ഞത് സുമ്മസ്തഖാമു എങ്കിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, ആ പ്രതീക്ഷയുള്ളവരിലേക്ക് അല്ലാഹു മലക്കുകളെ അങ്ങനെ അയച്ചു. നമ്മുടെ മരണസമയം, ആ പ്രതീക്ഷയുള്ള ആളുകളുടെ മരണസമയത്ത് മലക്കുകൾ അങ്ങനെ വരും. ആ വരുന്ന മലക്കുകളൊക്കെയും ഇയാളെ നോക്കിയിട്ട് പറയും അല്ലാ തഖാഫു വലാ തഹ്സനൂ, പേടിക്കണ്ടട്ടോ, വിഷമിക്കണ്ടട്ടോ. ഇതൊരു വല്ലാത്തൊരു കിട്ടലാണിത്. കാരണം എന്താ, ദുനിയാവിലുള്ള മുഴുവൻ ആളുകളും പേടിക്കണ്ട എന്ന് പറഞ്ഞാലും നമുക്കത് യേശാത്ത, ഉപകാരം ചെയ്യാത്ത ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് പറയും പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ തുടർന്ന് പറയുന്നത് വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നീ ഈ ദുനിയാവിൽ അവസാനിച്ചു മടങ്ങുന്നത് സ്വർഗത്തിലേക്കാണ് എന്ന സന്തോഷ വാർത്തയാണ് പിന്നെ അവർ പറയുന്നത്. അതാണ് നമുക്ക് ലഭിക്കേണ്ടത്. ആ സന്തോഷ വാർത്ത ലഭിക്കാനാണ് ആ മുഹമ്മദ് റസൂലുള്ളാഹി നമ്മൾക്ക് കാണിച്ചു തന്ന ഈ മാർഗത്തിൽ നമ്മളൊക്കെയും പ്രവർത്തിക്കുന്നത്. ഇതാർക്കേ കിട്ടുള്ളൂ? ഇത് മുവഹ്ഹിദുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ, ജാഹിദുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവർക്ക് മാത്രമേ കിട്ടുള്ളൂ. പ്രഖ്യാപിച്ചാൽ മതിയോ? പോരാ. സുമ്മസ്തഖാമു, പിന്നെ അതിലടി ഉറച്ചു നിൽക്കണം. ഇതാണ് കാലങ്ങളായിട്ട് ഓരോ കാലഘട്ടങ്ങളിലും പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ ആ കാലഘട്ടത്തിലെ ആളുകളെ പഠിപ്പിച്ചത്. അതാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തുള്ള ജനങ്ങളെ പഠിപ്പിച്ചത്. എന്താ? അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തോടൊപ്പമുള്ള ജനതയെ അദ്ദേഹം കാണുന്നത് മുസ്ലിങ്ങളായിട്ട് ആണ്. കാരണം അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകളെ മുസ്ലിങ്ങളായിട്ട് കാണുമ്പോൾ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ്ക്ക് വല്ലാത്ത ഒരു അത്ഭുതം. അദ്ദേഹം ചോദിക്കുകയാണ് കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നല്ല മക്കളെ നിങ്ങൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണത്? അദ്ദേഹത്തിന്റെ ഒരു അത്ഭുതം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആളുകളോട്
നിങ്ങൾ ഹൃദയത്തിൽ ഒരുപാട് ആരാധ്യന്മാരിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ ഹൃദയത്തിൽ അല്ലാഹു അല്ലാത്ത പ്രതീക്ഷകളുണ്ട് നിങ്ങൾക്ക്. അത് അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ എങ്ങനെ ഇത് ശരിയാവുക? ആ ഒരു ചോദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെ. നൂറ്റാണ്ടുകൾക്ക് 5-6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ് ചോദിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഖൗമിന്റെ ഹൃദയത്തിൽ അല്ലാഹു അല്ലാത്ത ഒരുപാട് ശക്തി വ്യക്തികളോട് അവർക്ക് വല്ലാത്ത ഒരു ബന്ധമുണ്ട്, പ്രതീക്ഷയുണ്ട്, തേട്ടമുണ്ട്. അതന്നെയല്ലേ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നു. ഇതിന് അദ്ദേഹം പറയും നിങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവൂല. അതുകൊണ്ട് ശരിയാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇജ്അൽ ഖൽബക മസ്ജിദ, നിങ്ങൾ ഈ ഹൃദയം അത് പള്ളിയാക്കണം. ഹൃദയത്തെ നിങ്ങൾ പള്ളിയാക്കണം. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം പള്ളിയുടെ പവിത്രതയിലായോ, എന്നാൽ നിങ്ങൾ അല്ലാഹു അല്ലാത്ത ഒരുത്തനോട് നിങ്ങൾ ദുആ ചെയ്യരുത് കേട്ടോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് അല്ലാഹു നമ്മെ പഠിപ്പിച്ചു തന്നത്. കമാ ഖാല തആല وأن المساجد لله فلا تدعوا مع الله أحدا. അല്ലാഹു പരിശുദ്ധ ഖുർആൻ സൂറത്ത് ജിന്നിലെ 18-ാമത്തെ ആയത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് പള്ളി അല്ലാഹുവിനുള്ളതാണ് എങ്കിൽ നിങ്ങളുടെ ദുആ അല്ലാഹുവിനു മാത്രമായിരിക്കണം, അത് വേറെ ഒരുത്തിനോടും പാടില്ല. ഇത് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പറഞ്ഞു കൊടുത്തു. അതാ ജനതയ്ക്ക് അത് ഉറപ്പുവരുത്താൻ ഖുർആനിൽ ആയത്തും പറഞ്ഞു കൊടുത്തു. പക്ഷേ ആ കാലഘട്ടം അങ്ങനെ കഴിഞ്ഞ് നമ്മളിപ്പോ ജീവിക്കുന്ന ഈ കാലഘട്ടമൊക്കെ വന്നപ്പോ നമ്മൾ കാണുകയാണ് ആകാശങ്ങളിലും ഭൂമിയിലും ജീവിക്കുന്ന സർവ്വജീവികളുടെയും പ്രതീക്ഷ അങ്ങ് മാത്രമാണ്. മൊയ്തീൻ പഠിപ്പിച്ചതിന്റെ നേരെ വിപരീതം അദ്ദേഹത്തെ തന്നെ. ഇപ്പോ മക്കയിലുണ്ടായിരുന്ന പ്രതിഷ്ഠകളിൽ ജാറങ്ങളിൽ വലിയ ജാറം ഇബ്രാഹിം നബിൻ്റെതല്ലായിരുന്നോ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെതായിരുന്നു വലിയ ജാറം. ഇബ്രാഹിം നബി ആണെങ്കിലോ അതിനോട് ഇത്രമേൽ വെറുപ്പുണ്ടായ ഒരു പ്രവാചകൻ അല്ലേ? പറഞ്ഞു കൂട്ടരെ, നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു മാത്രമാകണമെങ്കിൽ നിങ്ങൾ ദുആ അള്ളാഹിനോട് മാത്രമായിരിക്കണം. ആ മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ നമ്മളെ ജീവിച്ചിരിക്കുന്ന നമ്മളെ കൂടെയുള്ള മുസ്ലിങ്ങൾ വിളിക്കുകയാണ്, നിങ്ങളാണ് ആകാശങ്ങളിലും ഭൂമിയിലും ജീവിക്കുന്ന സർവ്വജീവികളുടെയും ഏക പ്രതീക്ഷ, കേന്ദ്ര ബിന്ദു നിങ്ങളാണ്. എന്നിട്ടോ നിങ്ങളാണ് ഞങ്ങൾക്ക് മഴ തരുന്നത്, നിങ്ങളാണ് ഞങ്ങളുടെ നദികളും പുഴകളും ഒക്കെ ഞങ്ങൾക്ക് സംവിധാനിച്ചു തന്നത്. എത്ര വലിയ ശിർക്കായി പറയുന്നത്. മക്കയിലെ മുശ്രിക്കുകളോട് അവരുടെ വിശ്വാസം കൊണ്ട് പുറത്തു ചാടാൻ വേണ്ടി അല്ലാഹു പറഞ്ഞു, നബിയെ നിങ്ങൾ ഓരോടൊന്ന് ചോദിച്ചു നോക്കാണ്, അല്ല കൂട്ടരെ, ആകാശത്ത് നിന്ന് ഈ മഴ തരുന്നത് ആരാന്ന് ചോദിച്ചു നോക്കൂ. അവരും പറയും നബിയെ നിങ്ങളോട്, അവർക്ക് പേടിയിരുന്നു. അവര് പറയും മഴ തരണതോ അത് അല്ലാഹ്. നമ്മളെ നാട്ടില് പള്ളിക്കുള്ളിൽ ഇരുന്നിട്ട് ചെല്ലുക, ഞങ്ങൾക്കുള്ള മഴ തരുന്നത് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് നിങ്ങളാണ്. അതാണ് കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അപകടങ്ങൾ. ഈ അപകടങ്ങളായി തുടരുകയും തുടർന്നു വന്ന് അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ CM-നെ കൊണ്ടുവരെ അവർ പറഞ്ഞു, ഞങ്ങളെ നോക്കണം മടവൂരെ, ഞങ്ങളെ കാക്കണം മടവൂരെ, ഉങ്ങളെ തുണയല്ലാത്തൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരെ, ഹയ്യെന്നവരുടെ ഹുബ്ബിലലിഞ്ഞ് ഹല്ലാജിലും ഫൗഖിലായവരെ. മലയാളം രണ്ടു വരി അറബിയിലെ ചെറിയൊരു കയറ്റുള്ളൂ അല്ലെ? ഹയ്യെന്നവരുടെ ഹുബ്ബിലലിഞ്ഞു. എന്താ ഹയ്യെന്നവർ? അല്ലാഹുവാണ്, അവനാണ് എന്നെന്നും ജീവിക്കുന്നവൻ. പക്ഷെ ആ അല്ലാഹുവിൽ എന്തായിട്ടുണ്ട്? നിങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി അള്ളൊന്ന് വേറെ, നിങ്ങളൊന്നും വേറെ ഇല്ല കേട്ടോ. നിങ്ങൾ തന്നെയാണ് അള്ളാഹ് തന്നെയാണ് നിങ്ങള്. അതാണ് സംഭവം. അത് പറഞ്ഞ ആളാണ് ഹല്ലാജ്.
മൻസൂർ ഹല്ലാജ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മൻസൂർ ഹല്ലാജ് പറഞ്ഞതിനേക്കാളും അതിന്റെ മേലെ കയറിയിട്ടപ്പോ നിങ്ങളുള്ളത്. മൻസൂർ ഹല്ലാജ് പറഞ്ഞ അനൽ ഹക്ക് എന്നാണ്. ആ യാഥാർത്ഥ്യം, ആ സത്യം, ശരിയായിട്ടുള്ള ആ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹ് അത് ഞാനാണെന്ന് മൻസൂർ ഹല്ലാജ് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ ആ കാലഘട്ടത്തിലെ മുസ്ലിം ഭരണാധികൾ അദ്ദേഹത്തെ പിടിച്ചു. അത് പണ്ഡിതനായിരുന്നു. പക്ഷെ ലെവല് തെറ്റി ഇത് പറയാൻ തുടങ്ങിയപ്പോൾ ആളുകൾ പറഞ്ഞു ഹല്ലാജ് ഇങ്ങനെ പറഞ്ഞു. ഹല്ലാജിനെ വിളിച്ചു വരുത്തി അന്നത്തെ പിന്നെ ഹക്കീം, അവിടുത്തെ ഭരണാധികാരി വിളിച്ചു വരുത്തി ചോദിച്ചു, ഇങ്ങനെ ഒരു വാദം ഉണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ നിങ്ങൾ മുർത്തദ്ദായിട്ടുണ്ട്, അതുകൊണ്ട് ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞു. ഇവരവന് പറ്റൂല. പിന്നെ അവരുടെ നിയമം കൊണ്ട് പാസ്സാക്കി. അന്ന് അങ്ങനെയാണ് ചെയ്ത്. അതിനേക്കാൾ മേലെയാണ് ഇപ്പൊ CM ഉള്ളത് എന്ന് നമ്മളെ മലയാളികളാണ് ഇപ്പൊ ഈ പാട്ട് പാടി എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ അപകടത്തിൽ നമ്മളുടെ ഉമ്മത്ത് നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്ന യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അത്അനല്ലാഹ വഅത്അന റസൂല. നരകത്തിലേക്ക് അവരിങ്ങനെ മുഖം കുത്തി വീഴുന്ന സമയം അവരട്ടഹസിച്ചുകൊണ്ട് വിളിച്ചു പറയും, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അറിഞ്ഞു ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ അവര് പറയും. അപ്പൊ ആരീ പറയണവര്? ഈ പറയണവരാണ് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അറിഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു. എന്നിട്ട് അവര് പറയും, റബ്ബനാ ഇന്നാ അത്അനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീലാ. അല്ലാഹ്, ഞങ്ങളെ നരകത്തിൽ വന്ന് വീഴാൻ കാരണം ഞങ്ങളുടെ സാദാതീങ്ങളാണല്ലോ. എന്താ റബ്ബേ ഖുർആന്റെ ഒരു അത്ഭുതം അല്ലേ? സാദാത്തീങ്ങളുടെ ദോയുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ എല്ലാ മജ്‌ലിസും പോ. സാദാത്തി എന്ന പ്രയോഗം തന്നെ ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു. സാദത്തന, ഞങ്ങളുടെ സാദാത്തീങ്ങൾ, കുബറാഅന, ഞങ്ങളുടെ കൈകാര്യകാരികൾ ചെയ്ത നേതാക്കന്മാർ, കബീറന്മാർ, അവരാണ് ഞങ്ങളെ സ്വർഗത്തിലേക്കുള്ള വഴി തടഞ്ഞ് നരകത്തിലേക്ക് എത്തിച്ചത്. ആ നരകത്തിലേക്ക് വീഴുന്ന ആളുകൾ പറയും. അള്ളാഹ് പറയും സൂറത്ത് അഹ്സാബിലെ അവസാന ഭാഗത്ത് അള്ളാഹ് ആയത്തായിട്ട് പറഞ്ഞു തരിക, വേറെ എവിടെയെങ്കിലും പറഞ്ഞതല്ല. റബ്ബനാ ആതിഹിം ളഅഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറാ. പടച്ചവനെ, ഞങ്ങളുടെ മാർഗം തെറ്റിച്ച് നരകത്തിൽ ഞങ്ങളെ എത്തിച്ച അവരുണ്ടല്ലോ, അവർക്ക് നീ ഞങ്ങൾക്ക് തരുന്നതിന്റെ ഇരട്ടി ശിക്ഷ കൊടുക്കണട്ടോ. അവരെ നീ ക്ഷമിക്കണട്ടോ. നിന്റെ ലഅനത്ത് കൊണ്ട് അവരെ നീ നരകത്തിൽ എത്തിക്കണട്ടോ. ഇപ്പൊ വലിയ ഉസ്താദ്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കണ ഈ ജനത പറയുന്ന അള്ളാഹ് പറഞ്ഞു തരാണ്. എത്ര കൃത്യമാണ്. അതുകൊണ്ടാണ് ഖിയാമത്ത് നാൾ വരെ പരിശുദ്ധ ഖുർആൻ അതിന്റെ അത്ഭുതം കാണിക്കും. നിത്യനൂതനമാണത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആയത്തോതുമ്പോ നമ്മുടെ മുമ്പിൽ കാണുകയാണ് വലിയ വലിയ ആൾക്കൂട്ടങ്ങൾ, വലിയ വലിയ ഹോജമാർ. അവിടെ പാടുന്നത് മുഴുവനും അല്ലാഹു അല്ലാത്തവരുടെ തേട്ടങ്ങൾ, പാട്ടുകള്, പ്രതീക്ഷകള്. പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് റസൂലുള്ളാഹ് മക്കയിലെ ജനതയുടെ മുമ്പിൽ ഓതിക്കൊടുക്കുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു ചരിത്രം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മക്കക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. റസൂലുള്ളാഹിക്കാണല്ലോ വഹി ആദ്യം ലഭിക്കണത്. എന്തിനാ കൂടുതലുള്ള ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ? സൂറത്ത് ശുഅറയിലെ 26-ാമത്തെ അധ്യായം, സൂറത്ത് ശുഅറയിലെ 61, 62, 63 ആയത്തിന്റെ സബബുൻ നുസൂല്, ആ ആയത്തുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നബിയെ ഒന്നിട്ട് പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും എന്നിട്ട് മൂസാ നബിയുടെ കാര്യം പറഞ്ഞു കൊടുക്കുക റസൂലുള്ള മക്കക്കാരോട്. എന്താ പറഞ്ഞത്? ആ ഫിറഔന്റെ തടവറയിലുണ്ടായിരുന്ന ഇസ്രായേലികളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവന്നു. അവരോട് പറഞ്ഞു, എന്റെ പിന്നാലെ ഓടിക്കോളിട്ടോ. കാരണം ഫിറഔൻ പിടിച്ചു കഴിഞ്ഞാൽ അതിക്രൂരമായിട്ട് അവന് ശിക്ഷ നടപ്പാക്കും. അവന്റെ ശിക്ഷയെ പറ്റി ഖുർആൻ പറഞ്ഞത് വലത്തേ കൈ കുത്തു, ഇടത്തെ കാലും കുത്തു. ഒരു മനുഷ്യന്റെ വലത് കൈയും ഇടത് കാലും കുത്തിയാൽ അവന്റെ ബാലൻസ് പോയി, പിന്നെ അവർക്ക് നിൽക്കാൻ പറ്റൂല. ബാക്കി ശരീരം മരത്തിൽ വെച്ചിട്ട് ആണിയിടിച്ച് കൊല്ലും. അല്ലെങ്കിൽ അതിക്രൂരമായി പലതരത്തിലും അവനിഷ്ടമുള്ള ക്രൂരതൊക്കെ നടപ്പിലാക്കുക. അങ്ങനെ നടപ്പിലാക്കുന്ന ആളുകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി മൂസാ നബി ഓടിക്കോളി എന്ന് പറഞ്ഞു. എന്റെ പിന്നാലെ ഓടിക്കോളി എന്ന് പറഞ്ഞു. മൂസാ നബി മുമ്പിൽ, ഈ ജനത പിന്നിൽ ഓടുകയാണ്. അവരവിടുന്ന് ഓടി 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 ഓട്ടം നിർത്തിയത് എപ്പോഴാണെന്നറിയോ? മുമ്പിൽ കടൽ കണ്ടപ്പോ. മുമ്പിൽ കടൽ ഇനി അങ്ങോട്ട് ഓടാൻ വഴിയില്ല. അപ്പൊ ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കിയതാ ബാക്കിലേക്ക്.
മൂസാ നബിയുടെ കൂടെ വന്ന ജാനുവ ഖാല അസ്ഹാബു മൂസ, മൂസയുടെ കൂടെ വന്ന ആളുകൾ അവരവിടെ നിന്ന് പറഞ്ഞു, ഇന്നാല മുദറകൂൻ, എന്തൊരു കുടുക്കിലാ മൂസ നമ്മൾ പെട്ടുപോയത്. മുമ്പില് കടലാണ്, പിന്നിൽ അതാ ഫിറഔനും അവന്റെ സൈന്യവും. വേണ്ടിണ്ടായിരുന്നില്ലല്ലോ മൂസ, ഇമ്മായിരുന്നൊരു കുടുക്കിൽ കുടുങ്ങിയല്ലോ. നിങ്ങളെ രംഗം കണ്ണിൽ കാണുന്നുണ്ടോ? കാണാൻ ശരിക്ക് സൂറത്ത് ഷുറായിലെ ഈ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോ ആ കടലും അതിന്റെ ആദ്യത്തിൽ നിൽക്കുന്ന മൂസാ നബിയെയും ആ അനുയായികളെയും പിന്നിൽ അവരെ പിടിക്കാത്ത സൈന്യത്തെയും ഇങ്ങനെ കണ്ടു ഓതനമായിട്ട് ഓതാൻ പറ്റും. മൂസാ നബി അവിടെ പറഞ്ഞു ഉടനെ ഖാല, മൂസാ നബി പറഞ്ഞു, അങ്ങനെ പറയല്ലേ, നിങ്ങള് കുടുക്കി എന്ന് പറയല്ലേ. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബിന്റെ കൂടെയുണ്ട് കൂട്ടരെ, അവനിതാ ഇവിടെ ഒരു വഴി നമുക്ക് ശരിയാക്കി തരും. ഇവിടെ ഒരു വഴി അവനുണ്ട് കാണിച്ചു തരും, തുറന്നു തരും. എന്താത്? മുമ്പിൽ കടലും പിന്നിൽ സൈന്യവും, വഴിയില്ലാത്ത ഒരു പ്രതീക്ഷ ഇല്ലാത്ത ഒരു സമയത്ത് മൂസാ നബിയുടെ പ്രതീക്ഷ ഇന്ന മഅയ റബ്ബി, എന്റെ റബ്ബിന്റെ കൂടെ ഉണ്ട്, റബ്ബിന്റെ കൂടെ ഉണ്ട്. നോക്കൂ, മൂസാ നബി അവിടെ ഒരു മിനിറ്റ് ഒച്ച ഉണ്ടാക്കില്ലേ, ഇവിടെ വല്ല ജിന്നുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞു. എല്ലാ ഉസ്താമാരോട് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ഉസ്താമാരോട് ചോദിക്കണം കേട്ടോ, എന്തുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം അവിടെ ഒരു ജിന്നിനെ പ്രതീക്ഷിച്ചില്ല? ഷാനബിന്റെ പെട്ടെന്നുള്ള വർത്താനം എന്താ? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബാണ് എന്റെ കൂടെ ഉള്ളത്, അവനൊരു വഴി ഇവിടെ തരും. ഫഔഹൈനാ ഇലാ മൂസാ, അല്ലാഹു അതാ മൂസാ നബിക്ക് വഹി കൊടുക്കുകയാണ്. മൂസാ, അടിക്ക് നിന്റെ കയ്യിലെ വടി കൊണ്ട് കടലിനെ. മൂസാ നബിന്റെ കയ്യിൽ എപ്പോഴും ഒരു വടി ഉണ്ടാവും. ആടിനെ നോക്കണ ആളാ മൂസാ നബി. എന്തിനാ മൂസ നിന്റെ കയ്യിൽ വടിയെന്ന് ചോദിച്ച അല്ലാ. മൂസാ നബി പറഞ്ഞു, അല്ലാ ആടിനെ ഇലൊക്കെ തച്ച് ഇട്ട് കൊടുക്കാൻ പറ്റിയൊരു വടി, എന്നാ വടിയൊന്ന് താഴ്ത്തിട്ട് നോക്കുന്നതാണ്. ഭയങ്കര രസല്ലേ, എന്ത് രസല്ലേ സംഭവമൊക്കെ. അള്ളാഹും മൂസാ നബി തമ്മിലുള്ള ആ ആയത്തുകൾ ഭയങ്കര രസമാണ്. ആ വടി കൊണ്ട് അടിക്ക് മൂസാ മുമ്പിലെ കടലിനെ. മൂസാ നബി പോയിട്ട് ആ വടിയോട് കടലിനാണ്ട് അടിച്ചു. അള്ളാഹ് പറയാണ്, ആ വെള്ളം പർവ്വതങ്ങൾ ഉയർന്നു നിൽക്കുന്നത് പോലെ രണ്ട് ഭാഗം കൊണ്ട് ഉയർന്നു നിന്നു. ഓർക്ക് അതിലൂടെ പോകാനുള്ള വഴിയാണ്ട് കിട്ടി. ആ പ്രതീക്ഷയാണ് മുസ്ലിങ്ങളെ നമുക്ക് വേണ്ടത്. എന്തോ പ്രതിസന്ധി ഉണ്ടെങ്കിലും മദീനകളേതല്ല, വല്ല നല്ല ജിന്നുകളുണ്ടോന്നുമല്ല, അല്ലാഹുണ്ട് ആ റബ്ബിനോട്. അപ്പൊ രണ്ടു കൂട്ടരോടും പറയാനുള്ളത് തന്നെ, വിട്ട പ്രതീക്ഷിക്കണുണ്ടെങ്കിലും അള്ളാഹുവിനെ വിട്ട് ആരെ പ്രതീക്ഷിക്കണുണ്ടെങ്കിലും അവരോടൊക്കെ പറയാനുള്ളത് ഇതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നേരത്തെ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം പിതാവിനോട് കുടുംബക്കാരോട് ഇങ്ങനെ ചെന്ന് ചോദിക്കും. അവരിങ്ങനെ ഉരുട്ടുണ്ടാക്കുമ്പോൾ ഓരോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, വിൽപ്പന നടത്തുന്ന, അതായിരുന്നു അവരുടെ പണി. ഇതിങ്ങനെ രൂപം ഉണ്ടാക്കി വരുമ്പോ അപ്പാരോട് ചോദിച്ചല്ല, നിങ്ങളെ കൈമന്ന് വിരിയണതല്ലേ ഇത്, അതിനെന്ത് കേട് വെച്ചാലും അതിന്റെ ഉത്തരവാദികളാ. അതിന്റെ കോലം എങ്ങനെ മാറിയാലും ആർക്കും പ്രശ്നമില്ല, നിങ്ങൾക്ക് എങ്ങനെയും കോലം മാറ്റിട്ടൊക്കെ ഉണ്ടാക്കാതെ നിങ്ങൾ ഉണ്ടാക്കണല്ലേ. അത് ഇനി അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് നിങ്ങളെ റബ്ബ് അല്ലേ, നിങ്ങൾ അതിന്റെ അടിപ്പി. എന്നിട്ട് നിങ്ങൾ അതിനോട് ചോദിക്കുക, ഇത്ര നിങ്ങൾ ആലോചിക്കണില്ലേ എന്ന് ചോദിച്ചു. എന്താ രസം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമും പിതാവും തമ്മിൽ സംസാരിക്കണ സംസാരം. എനിക്ക് അങ്ങേറ്റത് വെറുപ്പതിനോട് കേട്ടോ. കാരണം നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു ഉണ്ടായിരിക്കെ അവനോട് ചോദിക്കാതെ അവനോട് പ്രതീക്ഷിക്കാതെ ഇതിനോട് ഞാൻ പ്രതീക്ഷിക്കേ? അങ്ങനത്തെ നിലപാടെടുത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ആ ജനതയുടെ രാജാവ് നമ്രൂദ് അറസ്റ്റ് ചെയ്തു, പിടിച്ചു. ഇതിനാ പിടിച്ചത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഇനി മേൽ അവിടെ കണ്ട് വിടൂല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ആൾക്കാരോട് ചോദിച്ചാൽ പറഞ്ഞു, കരിച്ചു കളയണം എന്ന് പറഞ്ഞു, കത്തിച്ചു കളയണം. ഇബ്രാഹിം നബി അങ്ങനെ ജനങ്ങൾ പറഞ്ഞത്, കരിക്കണോ കരിക്കണം, കരിച്ചു കളയണം. സൂറത്ത് അംബിയായില് അള്ളാഹു ആയത്ത് അങ്ങനെ നമ്മൾ കാണിച്ചത്. ആ വരുന്ന ആൾക്കാർക്ക് ഇബ്രാഹിമിനെ കാണാൻ പറയാം, ഇനി ഇവിടുന്ന് വിടരുത് കേട്ടോ, അവരെ കരിക്കണം. കരിക്കാൻ വേണ്ടിയിട്ട് തീ കത്തിക്കാൻ തുടങ്ങി, വലിയ തീ.
കത്തി തുടങ്ങിയപ്പോൾ ആ തീന്റെ അടുത്തേക്ക് വരെ ഒരു മനുഷ്യൻ അടുക്കാൻ പറ്റാത്ത അത്ര ഗാംഭീര്യമുണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ മുമ്പില് കത്ത് നിർത്തി. ആ രാജ്യത്തെ മനുഷ്യർ മുഴുവനും എതിര്, രാജാവും എതിര്. അല്ല ജിന്നുകൾ വന്നിട്ട് വല്ലതുകൊണ്ട് പൊതിച്ചിട്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടാക്കി തരികയാണെന്നുണ്ടെങ്കിൽ എത്ര എളുപ്പമായിരുന്നു. അമേരിക്കയിൽ നിന്നൊക്കെ HMD വാച്ച് എന്ത് വാച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന ചില ആൾക്കാർ കയറി. എവിടെ എത്തി നോക്കുകയാണ് നിങ്ങൾ? ജിന്നുകളെ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റിയ ജിന്നുകളുണ്ടല്ലോ. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അതൊന്നും അറിയില്ല. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, എന്റെ റബ്ബെനിക്ക് എത്രമേൽ മതിയായവനാണ്, അവനിലാണ് ഞാൻ സർവ്വതും, സർവ പ്രതീക്ഷകളും എന്റെ റബ്ബില് മാത്രമാണ്. ആരും വിളിച്ചില്ല, ആരും പ്രതീക്ഷിച്ചില്ല. അതാണ് തൗഹീദ്. ആ തൗഹീദാണ് നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കൊടുത്തത്. ആ കാലഘട്ടത്തിലാണ് നമ്മുടെയൊക്കെ സമസ്ത സഹോദരന്മാരുടെ പല വീടുകളിലും മുസ്ലിം സ്ത്രീകൾക്കും മാത്രമായിട്ട് ചെയ്താൻ പോക്കുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചോ, ഞാൻ പറഞ്ഞ പ്രയോഗങ്ങൾ ആലോചിച്ചോ. എന്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ട ചെയ്ത്താൻ, ഷൈത്താനെന്ന് പോലും പറയാൻ മുസ്ലിം മതത്തിന് അറിയില്ലായിരുന്നു. ചെയ്ത്താൻ എന്നാ പറയാ. അത് ആലോചിക്കണം നമ്മൾ. അത് അങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കണത്. AP അബ്ദുൽ ഖാദർ മൗലവി ഒരിക്കൽ പറഞ്ഞത്രേ, ഞാൻ കേട്ടിട്ടില്ല, ഇവർക്കൊക്കെ നല്ല ഓർമ്മ ഉണ്ടോ? അദ്ദേഹം പറഞ്ഞത്രേ, അദ്ദേഹം ഈ എടപ്പാൾ ഈ പ്രദേശത്ത് എവിടോ ആയിരുന്നു അത്ര അദ്ദേഹത്തിന്റെ ഒറിജിനൽ അല്ലേ. പിന്നീട് പത്തപ്പിരിയത്തേക്ക് അദ്ദേഹം മാറിയതല്ലേ സാറേ. പത്തപ്പിരിയത്ത് ചെന്നതിന് ശേഷം ചെയ്ത്താങ്കോക്ക് കേട്ടിട്ടില്ല. കാരണം അവിടുത്തെ സ്ത്രീകളൊക്കെ തൗഹീദ് ഉള്ള കുടുംബങ്ങളായിരുന്നു, അതുകൊണ്ട് അവർക്ക് ഉണ്ടായില്ല. പക്ഷെ ഇവിടെ ഈ പ്രദേശത്ത് മുഴുവൻ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വൈകുന്നേരം 4 മണി അസറിന്റെ നേരത്താണ് ഈ ചെയ്ത്താങ്കോക്ക് ഉണ്ടായത്. അതിങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ നിന്നുങ്ങാണ്ട് കൂന്നുണ്ട് തുടങ്ങിയാൽ അതിങ്ങനെ പിന്നെ അതിൻ്റെ വേർഷൻ ഇങ്ങനെ പൊന്തിയിട്ടതായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അത് തൊട്ടടുത്ത വീട്ടിൽ കണ്ട് പകരും. ഒരു 10-20 വീടുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു 10, 13, 14 വീട്ടിലേക്ക് ഇങ്ങനെ പോയിട്ട് ഈറ്റൊക്കെ ഒക്കെ ചെയ്ത്താങ്കോക്ക്. ഇന്ന് സമസ്തക്കാർ വീട്ടിൽ ചെയ്ത്താങ്കോക്ക് ഇല്ല. ഇത് ചെയ്ത്താങ്കോക്ക് ഉള്ളത് എവിടെയെന്ന് അറിയാം സഹോദരിമാരെ? ചെലൂര്, പുത്തനത്താണി അടുത്താണ് ചെലൂര്. നിങ്ങൾക്കറിയോ? ചെലൂര് എന്നൊരു സ്ഥലമുണ്ട് പുത്തനത്താണി അടുത്ത്. അവിടെ സമസ്തക്കാരുടെ അട്ടഞ്ഞ ഒരു സ്ഥലമാണ്. ഇത്രമേൽ ഒരു തരത്തിലും ദീനെത്തിയിട്ടില്ലാത്ത പാവ മുസ്ലിങ്ങൾ. അപ്പൊ അവിടെ ഒരു ഗ്രാമം, ഒരു മുജാഹിദ് ഗ്രാമം, ഒരു തൗഹീദ് ഗ്രാമം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു അറബീനെടുത്ത് വെച്ച് പൈസ കിട്ടി ഒരു പള്ളിയും ഒരു ഗ്രാമവും കുറച്ച് വീടുകളും. എന്നിട്ട് അവിടെ കുറേ മുജാഹിദുകൾ ചെന്ന് താമസിച്ചിട്ട് അവിടുത്തെ ആളുകൾക്ക് തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെലൂര് ഒരു ഗ്രാമം ഉണ്ടാക്കി. അത് ഉണ്ടാക്കിയ തുടക്കത്തിൽ നമ്മളൊക്കെ വലിയ ആവേശത്തിൽ അവിടെ പോയിട്ടുണ്ട്. എൻ്റെ ഉപ്പാക്കൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. കാരണം എൻ്റെ ഉപ്പൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഇത് കൊണ്ട് മനസ്സിലാക്കിയിട്ട് വന്നപ്പോൾ ഇപ്പാക്കൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. അന്ന് ഉപ്പാനെ ഞാൻ മുജാഹിദ് പള്ളിയിൽ തറാവി നിസ്കരിക്കാൻ കൊണ്ടാക്കുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ സമസ്ത പള്ളിക്ക് നിസ്കരിക്കാൻ കൊണ്ടുവരും. ഇവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് പണം പോയിട്ടുണ്ടല്ല. എന്നെങ്ങാട്ടി മുമ്പ് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് ആവേശത്തിൽ വന്നാണ് എൻ്റെ ഉപ്പ. ആ ഞങ്ങളൊക്കെ പോയിരുന്ന ആ ചെലൂര് ഗ്രാമത്തിൽ അവിടുത്തെ ആളുകൾക്ക് ഹുത്ബ പറഞ്ഞു കൊടുക്കാൻ 2 പണ്ഡിതന്മാർക്ക് വീട് വെച്ചു കൊടുത്തവിടെ. ആ 2 പണ്ഡിതന്മാരുടെ വീട്ടിലും നിരന്തരം ചെയ്താനളക്കുകയായിരുന്നല്ലോ അവിടുത്തെ പണി. അതാണ് ഇപ്പൊ സാജിദ് പറയണത്. എന്താ അവസ്ഥ അതൊക്കെ കേൾക്കുമ്പോ. പിന്നെ എന്തിനു പോയി സംസ്ഥക്കാരെ നന്നാക്കാൻ പോയത്? ആ വീട്ടിൽ ഇതായിരുന്നു പണിയുന്ന. നിങ്ങൾ ജീവിതത്തിൽ മുജാഹിദുകളായിട്ട് കുറെ കാലമല്ലോ. ഈ മുജാഹിദുകളായ സഹോദരങ്ങളോട് സഹോദരിമാരോട് ചോദിക്കുക, നിങ്ങൾ എപ്പോഴെങ്കിലും മുജാഹിദ് പ്രസ്ഥാനങ്ങൾ റാക്കിച്ചി എന്ന് പറയുന്ന ദർജകൾ കേട്ടുക്കണം? അങ്ങനെ ഒരു പദവി കേട്ടിട്ടില്ല. ഇല്ല. ഖുർആനിൽ ഒരു ആയത്തുണ്ട്. പക്ഷെ മുജാഹിദുകൾക്കിടയിൽ ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ആളുകൾ റാക്കികളും റാക്കിച്ചുകളും ഉണ്ടോലോ. റാക്കിയും റാക്കിച്ചും ഭാര്യ ഭർത്താവും ആവണമെന്നില്ല. റാക്കിച്ച് വേറൊരാളുടെ ഭാര്യയാണെങ്കിൽ പോലും വേറൊരു ഭാര്യയുടെ ഭർത്താവായ ഒരു റാക്കിയുടെ കൂടെയൊക്കെ എങ്ങനെ പോവാം എന്നാണ് ഈ സംഭവങ്ങളിൽ നിന്ന് അവർ പുറത്തു പറയുന്നത്. നമുക്ക് വലിയ വിഷമമുണ്ട്. അതുണ്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇവിടുത്തെ സമസ്തക്കാരെ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മുജാഹിദ് പ്രസ്ഥാനത്തിൽ
വലിയ ഒരു വിഭാഗം ആളുകൾ ആ സമസ്തക്കാരുടെ വിശ്വാസത്തെക്കാൾ അധപ്പതിച്ചു പോയി. എത്രത്തോളം എന്നറിയോ? അതിൻ്റെ തുടക്കത്തിൽ ഒരു മൗലവി അദ്ദേഹം പറയാണ്, സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു നല്ല ജിന്നിൻ്റെ സഹായം വേണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, നമ്മൾ റോട്ടിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു വാഹനം നേരെ നമ്മളെ ഇടിച്ചു തകർത്ത് വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ നിന്ന് നമ്മൾ അത്ഭുതകരമായി ഒന്ന് അപ്പുറത്ത് കൊണ്ടാണ്ട് വീണ് രക്ഷപ്പെട്ടാൽ നമ്മൾ മനസ്സിലാക്കണം, ആ ഒരു നല്ല ജിന്ന് നമ്മളെ സഹായിച്ചു. എവിടെ എത്തി? മുജാഹിദുകൾ എന്താ ഒരു അപകടത്തിൽ രക്ഷപ്പെട്ട എന്താ പറയാ? പഠിച്ചോനെ അമ്മ, എങ്ങനെ ഞാൻ രക്ഷപ്പെട്ടത് റബ്ബേ, നിന്റെ ഒരു വല്ലാത്ത സഹായം എന്ന് പറയേണ്ട മുജാഹിദുകൾ എന്ത് പറയണം? നല്ലൊരു ജിന്ന് നമ്മളെ സഹായിച്ചു. പിന്നെ എന്തിനാ നമ്മൾ മൊഹീദ്ദീൻ ശൈഖിനെ വിളിച്ചിട്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയണ? മറ്റുള്ള ആളുകളെ നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റുമോ? പറ്റൂല. അത്ര പോലും അപകടത്തിലേക്ക് പോയി. പിന്നെ പറയണത് ചൂടുവെള്ളം പുറത്ത് ഒഴിക്കുമ്പോൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം, പഴയ പോലൊന്നും അല്ല. ആദ്യമായിട്ട് സ്ത്രീകളാണ് അവർ ഉന്നം വെച്ചത്. സ്ത്രീകളോട് പറഞ്ഞ് നിങ്ങൾ ചൂടുവെള്ളം ഒന്നും പുറത്തേക്ക് പോയി, ചില ആളുകൾ ഇപ്പം ഈ കഞ്ഞി പറ്റിയ വെള്ളമൊക്കെ ഉണ്ടാകും, പെട്ടെന്ന് പുറത്തേക്കൊന്നും മറിക്കണ്ട. അവിടെ വല്ല ജിന്നുകളും ഉണ്ടെങ്കിലോ ജിന്നിന്റെ ശരീരത്തിൽ അത് തട്ടി പൊള്ളിയാൽ അവര് പിന്നെ നിങ്ങളെ വിടൂല. ഞാനൊരു മൗലവിനോട് ചോദിച്ച് ചൂടുള്ള ചായ കുടിക്കാൻ പറ്റുമോ? എന്നോടിപ്പോൾ അസ്രഫ് മൗലവി ചോദിച്ച് ചായ ചൂടുവാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ല ചൂടുവാണോ? അങ്ങനെയാണ് ഇപ്പൊ നമ്മളെ ശരീരത്തിൽ ജിന്ന് കയറി ഇരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. ഒരുപാട് അറിയാത്ത നമ്മൾക്ക് ചൂടേ കുടിക്കാൻ പറ്റും. ചൂടുള്ള ചായ കുടിച്ച് ജിന്നിനെങ്ങാനും പൊള്ളിയാൽ പിന്നെ ഓന്നെ വിടുവോ? ചൂടുവെള്ളം ഒഴിച്ചാൽ പൊള്ളുന്നുണ്ടെങ്കിൽ ചൂട് ചായ കുടിച്ചാലും കൊള്ളൂലേ? മുളൂത്തിയൊക്കെ കൂട്ടാം. മുളൂത്തി എന്ന് പറയുന്നവിടെ മുളകിട്ട കറിക്ക്, നല്ല മുളകിട്ട കറി കൂട്ടാൻ പറ്റുമോ? ജിന്നിന് കൊള്ളൂലേ? എരിയില്ലേ? എവിടെ എത്തുന്ന ഒരു അവസാനം ഇത് വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകും. എത്രത്തോളം അധപ്പതിച്ചു എന്ന് പറഞ്ഞാൽ, ഒരു ഖുത്ബ എന്നൊക്കെ പറഞ്ഞാൽ, ഒരു മിമ്പർ വെള്ളിയാഴ്ച ഖുത്ബ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് തൗഹീദ് നിർഭയത്വം ആ ജുമാ കഴിഞ്ഞാണ്ട് പോകുമ്പോൾ അവരിവിടെ കയറി വന്നതിനേക്കാളും ഉഷാറിലാണ്ട് ഇറങ്ങിപ്പോകണം. അവർക്ക് അവിടെ അത്ര ആ ഉഷാറിൽ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന തരത്തിൽ നല്ലൊരു ഖുത്ബ നടത്തി നമ്മുടെ ഒരു സഹോദരൻ. അദ്ദേഹം ആ ഖുത്ബ നടത്താനുണ്ടായ സാഹചര്യം അതിന്റെ കഴിഞ്ഞ ആഴ്ചയാണ്. കാസർഗോഡ് പുച്ചക്കാട്ടിൽ അബ്ദുൽ ഗഫൂർ ഹാജി എന്ന് പറയുന്ന ഒരു വലിയ ധനാഢ്യൻ, അദ്ദേഹത്തിന്റെ മയ്യത്ത് റീപോസ്റ്റ്മോർട്ടം ചെയ്തത് അതിന്റെ തലയാഴ്ച. മരിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ മരിച്ചെന്ന് അറിയില്ലായിരുന്നു. സ്വാഭാവിക മരണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടേ കബറടക്കിയതാ. പക്ഷെ പിന്നീട് കുടുംബങ്ങൾ ഇങ്ങനെ ചോദിക്കണത് എല്ലാം, ഗഫൂറാജി ഒരു 25 പവൻ സ്വർണം നമ്മളിരുന്ന് മേടിച്ചു കിട്ടില്ല. വേറെ ആൾക്കാർ വന്നിട്ട് ആ കുടുംബം എൻ്റെ അടുത്ത് ഒരു 30 പവൻ മേടിച്ചു. ഗഫൂറാജിക്ക് ഇങ്ങനെ മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അയാൾ വലിയ ധനാഢ്യനാണ്. ഈ ഗഫൂറാജിക്ക് എനിക്ക് പിന്നെ എൻ്റെ കുടുംബവുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ പിന്നെ സഹധർമ്മിണിയുടെ ഒരു സഹോദരൻ്റെ കുടുംബവുമായിട്ട് ഗഫൂറാജിലേക്ക് ഒരു ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് അന്വേഷിച്ചു. അപ്പൊ അവര് പറയാ അവരുടെയൊക്കെ പല കുടുംബങ്ങളും ഇദ്ദേഹം 30 പവൻ 40 പവനൊക്കെ മേടിച്ച് 596 പവൻ 596 പവൻ ഈ ജിന്നുമ്മന്റെ അടുത്തിട്ട് കൊടുത്തു. ജിന്നുമ്മ പറഞ്ഞു 596 തന്നാൽ അതിന്റെ ഇരട്ടി സ്വർണ്ണാക്കിയിട്ടുണ്ട് തരാന്നാണ്. ഒരു ധനാഢ്യൻ, ഒരു ബിസിനസ്മാൻ, അത്യാവശ്യം ബുദ്ധി ഉണ്ടെങ്കിൽ അവന്റെ ബിസിനസ്സിന്റെ പോകാൻ പറ്റുള്ളൂ. അയാൾ എങ്ങനെ 596 പവൻ ഈ ജിന്നുമ്മന്റെ അടുത്ത് കൊടുത്തു? ഒരൊറ്റ ആലോചന മതി. നമ്മുടെ നാട്ടിൽ അനേകം ജ്വല്ലറികൾ ഇരിക്കുന്നുണ്ട്. ഈ ജ്വല്ലറിയിൽ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചോ കോട്ടികള് അതിന്റെ ബുദ്ധിമുട്ട്, അതിന്റെ കഷ്ടപ്പാട്. ഓർക്കുന്ന ഏതെങ്കിലും ഒരു ജിന്നമ്പനം കണ്ടിട്ട് ഈ ജ്വല്ലറിയുടെ സ്വർണ്ണപ്പിനെ കൊടുത്ത് പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ ഇരട്ടിച്ച് കിട്ടുകയാണെങ്കിൽ കൂട്ടരെ എന്താ പിന്നെ ഇവിടെ. അപ്പൊ പല കുടുംബക്കാരുടെ കൂടി ഇയാള് വിചാരിച്ചത് ഈ ജിന്നമ്മ പറഞ്ഞ സത്യമാണ്. അവസാനം ഇത് നഷ്ടപ്പെട്ടു, കിട്ടണില്ല, കൊടുത്തതുമില്ല. നീ ഇരട്ടിച്ചില്ലെങ്കിൽ വേണ്ടില്ല, തന്നതും കണ്ട് നേരി എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അല്ല അത് ശരിയായിട്ടുണ്ട്, അതെറ്റ് ഞങ്ങൾ വീട്ടിലേക്ക് കണ്ട് വരുന്നുണ്ട്. വീട്ടിലുള്ള കുടുംബക്കാരെ കംപ്ലീറ്റ് എവിടെയെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. കാരണം ജിന്നതിങ്ങനെ എടുത്തു തരുമ്പോ വീട്ടുകാർ കണ്ടാവും അവർക്ക് പിരാന്താവും എന്ന് പറഞ്ഞു. നിങ്ങൾ മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ആ പാവം കുടുംബക്കാരൊക്കെ പറഞ്ഞയച്ചു.
ഒറ്റക്ക് അവിടെ വന്ന് ജിന്നമ്മയും മൂപ്പര അവരെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് വന്ന്. ആദ്യം തലയിലൊരു മുണ്ടിടണം എന്ന് പറഞ്ഞേ ജിന്നുകാരൻ. തലയിൽ മുണ്ടിടാൻ തല കാണിച്ചു കൊടുത്ത് രണ്ട് ഭാഗത്തും കൂടി ആ മുണ്ടുണ്ട് വലിച്ചിട്ട് ചുമരമ്മ കൊണ്ടിട്ട് ഒരൊറ്റ അടിയ ഒന്ന്. ആ മനുഷ്യന്റെ മയ്യത്ത് റീപോസ്റ്റ്മോർട്ടം ചെയ്ത ആഴ്ചയാണ് ബഹുമാനപ്പെട്ട അനസ് നെന്മണ്ട അദ്ദേഹത്തിന്റെ പള്ളിയിലെ കുത്തുബ നടത്തിയിട്ട് പറഞ്ഞത്, കൂട്ടരെ ആ വിശ്വാസം അന്ധവിശ്വാസമാണ്. ജിന്നിനെ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയില്ല. ജിന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കയറില്ല. ജിന്നമ്മന്റെ ശരീരത്തിൽ ഒരു ജിന്ന് കയറിയിരിക്കുവോ? ഇല്ല. അത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് കൃത്യമായ തൗഹീദാണ് പ്രസംഗിച്ചു. അദ്ദേഹം ഖുതുബ കഴിഞ്ഞ് വീട്ടിലെത്തുന്നതിന് മുമ്പ് ഇവർക്ക് ഫോൺ കോൾ, നിങ്ങളൊന്ന് ഖുതുബയിൽ ജിന്ന് ശരീരത്തിൽ കയറൂല എന്ന് പറഞ്ഞു. ആ പറഞ്ഞു, അത് പറ്റൂല കേട്ടോ, മാറ്റണം, തിരുത്തി പറയണം. അന്തേ അനസിന് പോലും എന്തേ ജിന്ന് കയറുന്നാണ് നമ്മളെ വിശ്വാസം. എപ്പം മുതൽ? അതിപ്പം മുതൽ അങ്ങനെയാ. മുപ്പര് വീഡിയോ പറഞ്ഞു, ഞാൻ ജിന്ന് കയറൂല എന്നെ ഖുതുബ നടത്തി, അത് തെറ്റാണ്, ജിന്ന് കയറുന്നാണ് ഇപ്പൊ എന്നോട് പറഞ്ഞത്. നമ്മളിപ്പോ എവിടെയാണ്? ജാഹിദുകൾ എവിടെയാണ്? ജിന്ന് ശരീരത്തിൽ കയറും. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. പടച്ച തമ്പുരാൻ എത്രമാത്രം മനുഷ്യനെ പറ്റി പറഞ്ഞെന്ന് പറയും പല സന്ദർഭങ്ങളിൽ. ജിന്നിനെ കുറിച്ച് ഖുർആനിൽ പല കാര്യങ്ങളും പറഞ്ഞു തന്ന അതിന്റെ അവസാനം സൂറത്ത് ഇഖ്ലാസിലേക്ക് വന്നിട്ട് അവസാനിപ്പിക്കുകയുള്ളൂ. അങ്ങനെയുള്ളോ ഖുർആനെ മുഹമ്മദ് റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നിലധികം തവണ വന്ന് ഖുർആനിന്റെ ആ കറക്റ്റായിട്ട് അതിന്റെ കാര്യങ്ങൾ തീരുമാനമാക്കി തന്നിട്ടുണ്ട് എന്നതാണല്ലോ സത്യസന്ധമായിട്ടുള്ളത്. അപ്പൊ അവസാനത്തെ ആ സൂറത്ത് 114-ാമത്തെ അധ്യായമാണ് സൂറത്ത് ഇഖ്ലാസ്. സൂറത്ത് നാസ്. സൂറത്ത് നാസിൽ എന്താ? ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. മനുഷ്യന്റെ ഹൃദയത്തിൽ ദുർബോധനം നടത്തിയും പിന്മാറി ഓടുന്ന ആ ശൈത്താനിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ശരണം. അവൻ ഖന്നാസാണ്. അവൻ കയറിയിരിക്കുന്നവനല്ല. ഓന് വസ്വാസ് ഉണ്ടാക്കിയത് അങ്ങോട്ട് കേച്ചിലായി പോണ ആളാ. അങ്ങോട്ട് കയറാൻ ഓനെ കൊണ്ട് കഴിയില്ല. അത് മാത്രമാണ്, മതി കഴിഞ്ഞു. പരിശുദ്ധ ഖുർആൻ ഒരുപാട് തവണ അവനെ പറ്റി പിശാചിന്റെ കുതന്ത്രം വളരെ ദുർബലാണ്, വളരെ ദുർബലം. അല്ലാഹു അവനെ ശപിച്ചിരിക്കുന്നു. സൂറത്ത് നിസായിൽ കാണാം, വഇൻ യദ്ഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസൻ വഇൻ യദ്ഊന ഇല്ലാ ശൈത്വാനൻ മരീദ എന്ന് പറഞ്ഞ ആയത്തിന്റെ തൊട്ട് താഴെ അതും ഭയങ്കര അത്ഭുത. ആ ആയത്തുകൾ ഇങ്ങനെ സെറ്റ് ചെയ്താൽ ഭയങ്കര അത്ഭുത. ഖുർആന്റെ പാരായണത്തിൽ നമുക്ക് ലഭിക്കുന്നൊരു വല്ലാത്ത അത്ഭുതം ഉണ്ട് അവിടെ. നിങ്ങൾ അല്ലാഹുവിന് പുറമെ തേടുന്ന മുഴുവൻ തേട്ടങ്ങളും ശൈത്താനിലേക്കാണെന്ന് അല്ലാഹു പറഞ്ഞു. എന്നിട്ട് പറയാ അല്ലാഹു അവനെ ശപിച്ചിരിക്കുന്നു. കാരണം അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞു, നിന്റെ അടിമകളെ ഒരു വിഭാഗത്തെ ഞാൻ പഴപ്പിക്കും എന്ന് പറഞ്ഞു അല്ലാഹു. ഒരു വലിയൊരു സംഭവം അല്ലാഹു നമുക്കിവിടെ പറഞ്ഞുതരാം. പിശാച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാ അവരെ ഞാൻ പഴപ്പിക്കും. പഴപ്പിക്കും പറഞ്ഞിട്ട് അടുത്തെന്താ പറഞ്ഞറിയോ? ഞാൻ അവരെ വ്യാമോഹിപ്പിക്കും. വ്യാമോഹിപ്പിക്കുക എന്നല്ലാതെ അവരെ ശരീരം ഞാൻ കീഴ്പ്പെടുത്തുന്നു പറഞ്ഞ ഒരു സംഭവം പരിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റില്ല. ഖുർആൻ പറഞ്ഞുകൊടുത്ത് മുഴുവനും പിശാച് പറഞ്ഞ് ഞാൻ അവരെ വ്യാമോഹിപ്പിക്കും, അവർക്ക് നല്ലതാക്കി തോന്നിക്കും, അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത ഒരു കീഴ്പ്പെടുത്തലിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ എന്തിനാ നമ്മള് പറഞ്ഞു തരാത്ത ഒന്നിലേക്ക് നമ്മൾ ഓടിക്കേറുന്നത്? ഒരാവശ്യമില്ല. ഒരു പിശാചും ഇന്ന് വരെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കയറി അവനെ നിയന്ത്രിക്കുമെന്ന് പറയാൻ പാടില്ല. പിശാചിനെ കുറിച്ച്, ജിന്നുകളെ കുറിച്ച് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തി കൊടുത്തത് സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ മാത്രമാണ്. അദ്ദേഹത്തിന് ശേഷം ഒരു മഖ്ലൂഖിനും ഇനി അത് സാധിക്കൂല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന്റെ സുന്നത്ത് രാത്രിയിലെ നമസ്കാര സമയത്ത് പിശാച് റസൂലുള്ളാഹിയെ തന്നെ വസ്വാസാക്കാൻ പരിശ്രമിക്കുന്ന ആ സമയത്ത് റസൂൽ അങ്ങനെ ആലോചിച്ചു, സുലൈമാൻ നബി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പിശാചിനെ ഞാൻ പിടിക്കുമായിരുന്നു. അപ്പൊ റസൂൽ പോലും കഴിയില്ല. അങ്ങനെയാണ് റസൂൽ.
റസൂലുള്ള ഖുർആൻ ഓതിക്കൊടുക്കുന്ന സദസ്സിൽ ഒരു കൂട്ടം ജിന്നുകൾ വന്നിരുന്നിരുന്നു റസൂലുള്ളാഹിന്റെ ഖുർആൻ കേൾക്കാൻ. ഒരൊറ്റ ജിന്നിനെ പോലും റസൂലുള്ള കണ്ടിട്ടില്ല. റസൂലുള്ള അറിയുപോലുമില്ല ജിന്നുകൾ അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് റസൂലുള്ളാഹിക്ക് അറിയില്ല. പിന്നീട് അല്ലാഹു ആയത്തിലൂടെ പറയാം, നബിയെ നിങ്ങൾ ആ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജിന്നുകളിൽ ഒരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റസൂലുള്ള പോലും അറിയണത്. പക്ഷെ നമ്മളിവിടുത്തെ റാക്കിമാർക്കും റാക്കിച്ചിമാർക്കും ജിന്നുകളേറ്റ് എങ്ങനെ ഇടപെടും? എവിടുന്നാ വരുന്നത്? കൊച്ചിന്നാ? ആലപ്പുഴന്നാ? അല്ല, ഞങ്ങള് ഫ്രം ചൈന. ചൈന എന്നൊക്കെ ജിന്നുകൾ ഇവിടെ വരുന്നുണ്ടെന്നാ ഇവര് പറഞ്ഞത്. ഭാഷ എങ്ങനെ ഇവര് തമ്മിൽ ശരിയാക്കണം എന്നുള്ള കാര്യത്തിലാണ്. ആയതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കാലം തേടുന്ന ഇസ്ലാഹ്, നമ്മുടെ ഈ ഒരു നിശാ ക്യാമ്പ് നമ്മൾ യഥാർത്ഥ തൗഹീദിലാണ് എന്ന് ഉറപ്പിക്കണം. നമ്മൾ പറഞ്ഞതാണ് സത്യം എന്ന് ഇതാ കഴിഞ്ഞ ആഴ്ച കൂടുതൽ ബോധ്യപ്പെട്ടു. വരും ദിവസങ്ങളിൽ ആ ബോധ്യം ഒരു വലിയ പ്രശ്നമായി വലിയ പ്രയാസങ്ങളിലേക്ക് നീങ്ങാൻ പോവുകയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ സന്തോഷമോ ഒന്നുമില്ല. ഓരോ ആളുകൾക്കും ലഭിക്കേണ്ടത് ലഭിക്കുക ഈ ദുനിയാവിൽ നിന്ന് കിട്ടും എന്നതിൻ്റെ ചില തെളിവുകൾ അത് സത്യമാണ്. കാരണം ഈ തൗഹീദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഈ ദുനിയാവ് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. നമുക്ക് ഒരുപാട് അനുഭവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് എത്യോപ്യയിലേക്ക് ഒരു സംഘത്തോട് പോകാൻ പറഞ്ഞു. കാരണം മക്കയിൽ കിട്ടുന്നവര് മുഴുവൻ എറിയ കുത്ത് വേദനിപ്പിക്കാൻ റസൂലുള്ളാഹിനെ കണ്ടിട്ട് സങ്കടം വന്നപ്പോൾ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ സംഘത്തോടൊപ്പം ഒരു സംഘം നജാഷിയുടെ രാജ്യത്തേക്ക് പോയി. അതിൽപ്പെട്ട ഒരു പ്രധാന ആള് അവിടെ ചെന്നപ്പോ ഇവര് ക്രിസ്ത്യാനിയായി മാറി. പ്രധാനപ്പെട്ട ഒരാൾ ക്രിസ്ത്യാനിയായിട്ട് മാറി. അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. താല്പര്യങ്ങളുടെ പേരിൽ നടക്കുന്ന ആളുകളിൽ അങ്ങനെ പലതും സംഭവിക്കും. അതൊന്നും ഞമ്മക്കെന്തല്ല, ഞമ്മക്കിതൊന്നും ഒരു വിഷയമല്ല. നമ്മളത് പറയും, ഇത് ഒരിക്കൽ ഐക്യപ്പെട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്ന് നമ്മളില്ലേ ഈ മതി മടുത്തിഞ്ഞില്ല, എന്തായാലും വേണ്ടിയില്ല. നമ്മൾ വിചാരിച്ച് നമ്മക്ക് തൗഹീദ് മനസ്സിലാക്കണ്, നമുക്ക് കാര്യങ്ങൾ അറിയാം, നമ്മളെ മനസ്സിലാക്കിയ പറ്റില്ല, നമ്മളങ്ങനെ പോവുകയാണ്. ആ പോക്കുണ്ടല്ലോ ഒന്നിനും പറ്റാത്ത പോക്ക, ഒന്നിനും പറ്റൂല. നമുക്ക് നഷ്ടങ്ങളല്ലാത്ത ഒന്നും അത് നേടിത്തരൂല. മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന വലിയ വലിയ പ്രതിസന്ധികൾ മുമ്പിലുണ്ടാവും. അപ്പോഴൊക്കെ ഹക്കിന്റെ കൂടെ അത് മനസ്സിലാക്കി നിലകൊള്ളുക എന്നതാണ് യഥാർത്ഥ ദൗത്യം. നമ്മുടെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അതാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. മറ്റോന് പോയില്ലേ ഇയാൾ റസൂലുള്ള ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് റസൂലുള്ളാഹിയുടെ സംസാരം ലക്ഷത്തോളം വരുന്ന ആളുകളെ നിൽക്കല്ലേ, അവർ കേൾക്കാൻ വേണ്ടിയിട്ട് നടുവിൽ വെച്ച് ഉറക്കനെ വിളിച്ചു പറഞ്ഞിരുന്ന ഒരു ആളുണ്ടായിരുന്നു. റസൂലുള്ളാഹിയുടെ ആ ഖുതുബ ഉറക്കനെ പുറത്തേക്ക് വിളിച്ചു പറഞ്ഞിരുന്ന ഒരാള്. മൂപ്പര് വല്ലാണ്ട് കഴിച്ചില്ലായി. എന്നിട്ട് ആൾക്കാർ പറഞ്ഞു, ഓ എമ്മാതിരി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. മൂപ്പര് പോയോ? എന്നാ പിന്നെ നമ്മളില്ലേ? പോയോര് പോയി. ആ മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ച് നോക്കാണ്. അതൊക്കെ ഇതിൽ സംഭവിക്കും. ഇതിപ്പൊന്നും നമ്മളീ കാണുന്ന മാതിരി ഉണ്ടായതൊന്നുമല്ല. അത് അതിന്റെ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നമ്മളെ മടുപ്പിക്കാനുള്ളതല്ല, പരീക്ഷണങ്ങളാണ്. ഒരു ദിവസം കിട്ടിയാൽ നമുക്ക് ആ ദിവസം കിട്ടി. അതാണല്ലോ നമ്മൾ ദിവസം പറയണ അല്ലാഹുവോട്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. പഠിച്ചോനെ ഇന്നത്തോടു കൂടി കഴിഞ്ഞെന്ന് വിചാരിച്ചതാണ്. പറഞ്ഞു കെടുന്നതാ. പഠിച്ചോനെ ഈ കെടുത്തം ഇത് മരണമാണെങ്കിലും നിന്റെ ഔദാര്യമായിട്ടൊരു ജീവിതമാണെങ്കിലും നിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് ഇന്നലെ. പക്ഷെ നേരം കൊടുത്തു നോക്കുമ്പോ പിന്നെയും നമ്മളോട് നീക്കാനാണ് അന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹ്, പഠിച്ചോനെ നിനക്ക് മാത്രമേ സ്തുതിയുള്ളൂ കേട്ടോ. ഒരു ദിവസം കിട്ടുന്നൊരു ഉറപ്പുണ്ടായിട്ടില്ല. ഒരു ഉറക്കം, ഒരു മരണത്തിൽ നിന്നാണ് വീണ്ടും നീ എനിക്ക് തന്നിട്ടുള്ളത്. എന്നാലോ വഇലൈഹി നുശൂർ, നിന്നിലേക്കുള്ള മടക്കം തന്നെയാണ്. പ്രതീക്ഷിച്ചിട്ട് തന്നെ ഇരിക്കണം, വേറെ ഒരു വഴിക്ക് പോവില്ല. മടങ്ങാൻ അങ്ങനെ തന്നെ കാത്തിരിക്കണം. എന്നിട്ട് നമുക്ക് എവിടെ വേറെ എന്തെങ്കിലും പറഞ്ഞ് മാറി നിൽക്കാൻ സമയം? ഒരു ദിവസം കിട്ടുമോ? ആ ദിവസം നമ്മൾ പ്രവർത്തിക്കുക. ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയിട്ട്. നമ്മുടെ ഗുണകാംക്ഷം എന്താ? നമ്മുടെ സഹോദരങ്ങൾ, നമ്മൾ ജീവിച്ചിരിക്കെ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അയൽവാസികളിൽ, നമ്മളുമായി അറിയുന്നവർ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം. യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ഗുണകാംക്ഷ.
ബിലാൽ റളിയല്ലാഹുവിന്റെ ഗുണകാംക്ഷ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഗുണകാംക്ഷ, അവരുടെയൊക്കെ ചരിത്രങ്ങൾ ആമുഖത്തിൽ ഒന്ന് കോറിയിട്ട് പോയത് നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ 14ാം നൂറ്റാണ്ടിന് ശേഷം മുസ്ലിങ്ങളായി ജീവിക്കാൻ അല്ലാഹു അർഹത തന്നപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൂമി ലോകത്തെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ നമ്മളാ. ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവർ സുമ്മസ്തഖാമോ, പിന്നെ അതിൽ ഒരു തരത്തിലുമുള്ള ചാഞ്ചല്യമുണ്ടായിട്ടില്ല, അതിൽ നേരെ പോവുക. എവിടെ വെച്ച് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്. ആ ഒരു ഈമാൻ നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ നമ്മുടെ കൂടെ ഉണ്ടാവണം. ഓരോ ദിവസവും നമ്മൾ ഓതുന്ന ആയത്തുകളുടെ അർത്ഥം നമ്മൾ പഠിച്ചേ പറ്റും. പരിശുദ്ധ ഖുർആൻ ഓതുക എന്നത് മാറ്റി പരിശുദ്ധ ഖുർആൻ വായിക്കുക എന്നതിലേക്ക് നമ്മൾ എത്തണം എന്ന് എനിക്ക് തോന്നുന്നു. വായിച്ചാലാണ് ഖുർആന്റെ അത്ഭുതങ്ങൾ നമുക്ക് കൂടുതൽ ലഭിക്കുക. ഓദ്യാൽ ലഭിക്കണമെങ്കിൽ ഓതുന്ന ആയത്തിന്റെ അർത്ഥം നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടണം, എങ്കിൽ നമുക്ക് ഓദ്യാൽ ലഭിക്കും. അല്ല, ആയത്ത് ഓതുമ്പോൾ ഇതിന്റെ അർത്ഥം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ വായിക്കൽ നിർബന്ധമായിട്ട് വരികയാണ്. നീ വായിക്കണം എന്ന് അതായിരിക്കും അല്ലാഹു അങ്ങനെ തുടങ്ങിയത് എന്ന് തോന്നുകയാണ്. ആയതുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ നമ്മുടെ ജീവിതത്തിലെ ഒരു മുതൽക്കൂട്ടായിട്ട് നമ്മളോടൊപ്പം ഉണ്ടാവണം. അതേ നമുക്ക് ഉണ്ടാവുള്ളൂ. ആ പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ ഇമാമ് എന്ന് ഖബറിൽ വെച്ച് മലക്കുകളോട് നമ്മൾ പറയേണ്ടി വരും. ഇമാമുക്ക, നിന്റെ ഇമാമ് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ നിന്നായിരുന്നു എന്ന് പറയണമെങ്കിൽ ആ ഖുർആനോട് നമുക്ക് ബന്ധം വേണം. ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കുകയാണ്, നിങ്ങളെ ഇമാം ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? എന്താ ചോദ്യമൊക്കെ പഠിച്ചത്? എൻ്റെ പഴയ ഉസ്താദുമാർ പോലും ചോദിച്ചിട്ടില്ല ഇങ്ങനത്തെ ചോദ്യം. വലിയൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളെ ഇമാം ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? മുജാഹിദുകളോടെ ഇമാമു മുഹമ്മദ് റസൂലുള്ളാഹി, പരിശുദ്ധ ഖുർആൻ അതല്ലേ ഇമാമുന വശഫീഉന വഹബീബുന, അങ്ങനെയൊക്കെ പറയും. സയ്യിദുന, ചില ആൾക്കാരെ പറയും റസൂലുള്ളാഹിനെ സയ്യിദുന എന്ന് മുജാഹിദുകൾ അംഗീകരിക്കുന്നില്ല എന്ന്. ആരാ പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ള സയ്യിദാണെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ, റസൂൽ തന്നെ പറഞ്ഞതാ. പക്ഷെ അത് അത്തഹിയ്യാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് ഓതാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അതിനെന്താ കാരണം? അത് അങ്ങനെയല്ല റസൂലുള്ള പഠിപ്പിച്ചതെന്ന് തന്നെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അങ്ങനെയാണ് റസൂലുള്ള പഠിപ്പിച്ചത്. അവിടെ നമുക്ക് സയ്യിദിനെ കൊണ്ട് ചേർക്കാൻ നമുക്ക് പാടില്ല. അവിടെയാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ ഹബീബന എന്ന് ഓതാൻ പറ്റൂല. സയ്യിദാണ് മുഹമ്മദ് റസൂലുള്ള, തർക്കമില്ല വിഷയത്തിൽ. ഇമാമാണ് മുഹമ്മദ് റസൂലുള്ള, തർക്കമില്ല വിഷയത്തിൽ. പരിശുദ്ധ ഖുർആൻ അതാണ് നമ്മുടെ ഇമാമു. ആ പരിശുദ്ധ ഖുർആനിലൂടെ ആയിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ദിവസവും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സന്ദർഭത്തിൽ അവസാനിപ്പിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ നിസ്സാരക്കാരല്ല എന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാവും. നമ്മൾ നിസ്സാരക്കാരല്ല. നമ്മളോടൊപ്പം എൻ്റെ കൂടെ ഞങ്ങൾ ചൂണ്ടലിടാൻ പോകുന്ന ചെറിയൊരു പരിപാടിയുണ്ട്. ചെറിയ സമയത്ത് എൻ്റെ കൂടെ മുസ്ലിം അല്ലാത്ത സഹോദരങ്ങൾ ഞങ്ങൾ ഒരുമിച്ച യാത്ര ചെയ്യും. ചില സമയത്ത് ഞങ്ങളിങ്ങനെ സംസാരിക്കുകയും ചെയ്യും, ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കും. ചിലപ്പോൾ ദൂരെ വഴിക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വണ്ടിയിൽ പോകും. എന്നിട്ട് വഴിയിൽ ചൂണ്ടലോട് കഴിഞ്ഞാൽ നേരെ പിന്നെ വയലിന് പോകും. അപ്പോൾ വയലിന് മൂപ്പരും വന്നിരിക്കും. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഭയങ്കര ചർച്ചയാണ്. ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരാളുടെ ജീവിതം ഒരു ദിവസം കഴിയുന്നതും തൗഹീദുള്ളൊരു മനുഷ്യൻ്റെ ഒരു ദിവസം ജീവിതം കഴിയുന്നതും കൂടി തമ്മിലുള്ള വ്യത്യാസമാണ്. വല്ലാത്തൊരു ഭാഗ്യമല്ലേ നമുക്ക് കിട്ടിയത്. ഈ ഭാഗ്യം എങ്ങനെ നമുക്ക് കിട്ടിയത്? കൂട്ടരെ, റസൂലുള്ളാഹി ശരീരം കൊണ്ട് കെട്ടിപ്പിടിച്ച് കണ്ണുനീരിങ്ങനെ ഒഴുകാണ് ആ കെട്ടിപ്പിടിച്ച വ്യക്തിയുടെ ശരീരത്തിലൂടെ. എന്നിട്ട് പറയാ, ഒന്ന് പറയോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹിന്റെ അതീവ താല്പര്യം അവിടുത്തെ മൂത്താപ്പനോട്, അബൂ താലിബിനോട്, മൂത്താപ്പ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. എന്നിട്ട് ആ മൂത്താപ്പക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റിയിട്ടില്ല. ആ റസൂലുള്ളാഹിയെ കണ്ടിട്ടില്ല, നമ്മള് കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. വല്ലാത്ത തൗഫീഖല്ലേ, വല്ലാത്ത സൗഭാഗ്യമല്ലേ. അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ മരണസമയത്തും നമ്മുടെ എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് തുണയായി, കരുത്തായി അല്ലാഹു നമ്മളിൽ നിലനിർത്തി തരുമാറാവട്ടെ.
ഇവിടെ ഇങ്ങനെ വരുമ്പോൾ മുന്നിലെ പരിചയമുള്ള ചില ആളുകളെ കാണുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ഹംസ സാഹിബ് വല്ലാത്ത ഒരു ബന്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവൻ മറ്റുള്ള ആളുകൾക്ക് തൗഹീദ് എത്തണം എന്നുള്ളതാണ്. എന്ത് താല്പര്യമായിരുന്നു പറയും. ആ ഒരു ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കലുണ്ട്. വല്ലാത്ത ഒരു ആത്മബന്ധമായിരുന്നു. ഇടക്കിടക്ക് വിളിക്കുകയായിരുന്നു. വിളിച്ചിട്ട് പറയും, അദ്ദേഹം ഓട്ടോറിക്ഷ ആയിട്ടാണ് കൂടുതൽ ഉണ്ടാവുക. മകൻ എവിടെയുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹംസ സാഹിബിന്റെ മകന്. അങ്ങനെ ഒന്ന് ഞമ്മക്ക് മറ്റൊരാൾക്ക് പഠിച്ചോനെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു ഭയപ്പാട്. അതൊരു വല്ലാത്ത ഭാഗ്യട്ടോ, വല്ലാത്ത സൗഭാഗ്യമാണ്. അതാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. നമ്മളെ അയൽവാസികൾ, എൻ്റെ കുടുംബത്തിലൊക്കെ ഒരുപാട് മാറ്റം കിട്ടി, ഒരുപാട് മാറ്റം. അൽഹംദുലില്ലാഹ് എത്ര പോലും മാറ്റം എന്നറിയോ, വല്ലാത്ത മാറ്റം. നിരന്തരം സംസാരിക്കുകയാണ്, നിരന്തരം അവരുടെ അടുത്ത് പോവുകയാണ്. കാരണം നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഇവരെങ്ങാനും എതിരായി ഒന്ന് ചൂണ്ടിയാൽ, പടച്ചോനെ ഈ സത്യം ഒന്ന് പറഞ്ഞു തന്നിട്ടില്ലട്ടോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് പടച്ചോന്റെ മുമ്പിൽ പറയാണ്ടാവുക. അതുകൊണ്ട് കൂട്ടരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഉപ്പമാർ, അയൽവാസികൾ, അവരുടെ മുമ്പിൽ ഞാൻ ഓതി തന്ന 2 ഖുർആനിലെ ആയത്തുകൾ, സൂറത്ത് ഫുസ്സിലത്തിലെ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് തുടങ്ങുന്ന ആയത്തും സൂറത്ത് അറാഫിലെ ഐനമാ കുൻതും തദ്ഉന മിൻ ദൂനില്ലാഹി എന്ന് പറയുന്ന ആയത്തിന്റെ ഭാഗവും ഒന്ന് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ആളുകൾക്ക് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതമ്മ ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ട്. അല്ലാഹു അല്ലാത്തവരിൽ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ ജാറങ്ങളിൽ പോകുന്ന ആളുകൾ, നേർച്ചകൾ വഴിപാടുകളൊക്കെ ചെയ്യുന്ന ആളുകൾ, ഇത്തരം ആളുകളോട് ഒരു തവണയെങ്കിലും നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഇവർ നാളെ മഹ്ശറിൽ തീർച്ചയായിട്ടും നമുക്ക് എതിരെ അല്ലാഹുവിനോട് പറഞ്ഞു നോക്കണം. ഒരു ചാൻസ് കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നമുക്ക് നമ്മുടെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ മുമ്പിൽ പറയാൻ നമുക്കും സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു അവരുടെ ബർസഖിയായ ലോകം സന്തോഷമുള്ളതാക്കി കൊടുക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിച്ച അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കും അവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ. ഒരിക്കൽ ഞാൻ ഒരു കൺവെൻഷനോട് വന്നപ്പോൾ നമ്മുടെ ഒരു സഹോദരൻ ഇവിടെ ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ആ കൺവെൻഷൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിവിടെ കണ്ടിരുന്നു. ഞാൻ എന്നിട്ട് പോയിട്ട് ഇങ്ങനെ നമ്മൾ ചില ആൾക്കാരോട് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ചാൻസ് ഒക്കെ പറയാലോ, ഇപ്പം മരിച്ചിട്ടുള്ളതൊക്കെ അനിവാര്യമായിട്ട് പറയാൻ പറ്റുന്നതാണ്. പക്ഷെ അദ്ദേഹം ആ കൺവെൻഷനിൽ വന്ന് അവിടെ ഇരുന്നപ്പോൾ തന്നെ അതൊക്കെ വല്ലാത്തൊരു പ്രചോദനമാണ് നമുക്കൊക്കെ. ഞാനിന്ന് മഷറഫിനെ വിളിച്ചിട്ട് സമയം ചോദിക്കുന്ന സമയത്ത് ഞാൻ നാട്ടിലാണ്, ഇങ്ങോട്ട് പോന്നിട്ടില്ല. ചെറിയൊരു കാരണം എന്താ പറയുക, ഇവിടെ വേറെ ആരും സംസാരിക്കുകയുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമുക്ക് പേടിയാണ്. പഠിച്ചവൻ ഇത്രയൊക്കെ സാഹചര്യം ഒക്കെ ഒരുക്കി തന്നിട്ടും നമുക്കൊരു ഒഴിവ് പറയാൻ പറ്റാത്ത ഒരുപാട് ആളുകളുടെ അവരുടെ അനുഭവം നമുക്ക് പ്രചോദനവുമാണ്. അല്ലാഹു ആ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഖബറിടം വിശാലമാക്കി സ്വർഗത്തിൻ്റെ സന്തോഷങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേർക്കുമാറാവട്ടെ. രോഗികളായിട്ടുള്ള പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു അവർക്ക് നൽകുന്ന ചികിത്സ അവരുടെ രോഗശമനത്തിന് അല്ലാഹു എളുപ്പമാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.